السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നീ രണ്ട് ഷഹാദത്തുകൾ സാക്ഷ്യം വഹിക്കുന്ന, അത് വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് പരസ്പരമുള്ള നസീഹത്ത്, പരസ്പരമുള്ള ഗുണകാംക്ഷയും കൂറുപാലിക്കലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി തമീം അദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ, മതം എന്നാൽ അത് നസീഹത്താണ്, ഗുണകാംക്ഷ പാലിക്കലാണ്, കൂറുപുലർത്തലാണ്. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരോടാണ്, ആരോട് കൂറുപാലിക്കലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. ലില്ലാഹി, അല്ലാഹുവിനോട്, അല്ലാഹുവിനോട് കൂറുപുലർത്തലാണ്. വലികിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിനോട്, അവന്റെ ഗ്രന്ഥത്തോട്. വലിറസൂലിഹി, അവന്റെ റസൂലിനോട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളോടും. വലിഅമ്മതിഹിം, അവരിലെ പൊതുജനങ്ങളോടും, സാധാരണക്കാരോടും. ഈ പറയപ്പെട്ട നസീഹത്ത്, ഗുണകാംക്ഷ, കൂറുപാലിക്കലില്ല എങ്കിൽ ദീനില്ല, മതമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ കൂറുപാലിക്കലാണ്, ഗുണകാംക്ഷ പുലർത്തലാണ്, നസീഹത്ത് കൈക്കൊള്ളലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങൾ, അല്ലാഹുവിലും അവന്റെ ദീനിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ പരസ്പരം ഈ കൂറും ഗുണകാംക്ഷയും സ്നേഹബന്ധവും ഐക്യവും എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم.
വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളായ പുരുഷന്മാരും മുഅ്മിനാത്തുകളായ സ്ത്രീകളും അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം സ്നേഹബന്ധമുള്ളവരാണ്, വലാ ഉള്ളവരാണ്. നോക്കൂ നിങ്ങൾ, ആ സ്നേഹബന്ധം അവർ തമ്മിലുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു എന്താണ് പറഞ്ഞത്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണ്. അതിനുശേഷമാണ് അല്ലാഹു പറഞ്ഞത് വയുഖീമൂന അസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. വയുഅ്തൂന അസ്സകാഹ്, അവർ സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. വയുതീഊന അല്ലാഹ വറസൂലഹു, അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് അവന്റെ റഹ്മത്ത് ചൊരിയുന്നതാണ്, അല്ലാഹു അവർക്ക് അവന്റെ കരുണയേകുന്നതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു ഏറ്റവും പ്രതാപമുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നോക്കൂ ഈ ആയത്ത്. അല്ലാഹുവിന്റെ കരുണ ലഭിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള പരസ്പര സ്നേഹബന്ധമുള്ള മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണമായി, അവരുടെ വിശേഷണമായി അല്ലാഹു ആദ്യം പറഞ്ഞത് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നതാണ്. പരസ്പരമുള്ള സ്നേഹബന്ധത്തിന്റെ അതിന്റെ കാമ്പ് തന്നെ, അതിന്റെ അടിസ്ഥാനം തന്നെ അവർ പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യും എന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവന്റെ സ്വാതന്ത്ര്യം, അത് അവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് വിട്ടേക്കൽ അത് സ്നേഹമല്ല, അത് യഥാർത്ഥ ഗുണകാംക്ഷയല്ല, അത് കൂറുപാലിക്കലല്ല. മറിച്ച് യഥാർത്ഥ ഗുണകാംക്ഷയും കൂറുപാലിക്കലും പരസ്പരം നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലുമാണ്. കാരണം നമ്മുടെ സഫ് നേരായാൽ, നമ്മുടെ അണികൾ ശരിപ്പെടുത്തിയാൽ മാത്രമേ അല്ലാഹു നമുക്ക് വിജയം നൽകുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉഹദിന്റെ ചരിത്രം? ഉഹദ് യുദ്ധത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിൽ പരിക്കുപറ്റുമാർ, നബിയുടെ മുൻപിൽ പൊട്ടിപ്പോകുമാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടുവെന്ന് കിംവദന്തി പരക്കുമാർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചടിയും മുസ്ലിം സൈന്യം നേരിട്ടു. അപ്പുറത്തുള്ളത് ആരാണ്? അപ്പുറത്തുള്ളത് അബൂജഹലും അബൂജഹൽ അവന്റെ അതേ ഗണത്തിലുള്ള മുശ്രിക്കുകളായ ആളുകളാണ്. ബദറിൽ അബൂജഹലും കൂട്ടരും കൊല്ലപ്പെട്ടതിന് പകരം വീട്ടാൻ വന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ വന്ന ആളുകളാണ് അപ്പുറത്തുള്ളത്. അല്ലാഹുവിന്റെ ശത്രുക്കളാണ് അപ്പുറത്തുള്ളത്. പക്ഷെ ഈ പരാജയം നേരിട്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ തിരുത്തിയത് അതാ സൂറത്തു ആലു ഇംറാനിൽ നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, അവലമ്മ അസാബത്കും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ഇതിന്റെ ഇരട്ടി പ്രയാസം നേരത്തെ ബദറിൽ നിങ്ങൾ അവർ കേൾപ്പിച്ചിട്ടുണ്ട്. ഖുൽതും, നിങ്ങൾ ചോദിക്കുന്നു, അന്ന ഹാദാ, ഇതെവിടെ നിന്നാണ് വന്നത്, ഇതിന്റെ കാരണം എന്താണ്? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, ഇത് നിങ്ങളുടെ കാരണത്താൽ തന്നെ വന്നതാണ്. ആ പ്രയാസകരമായ വേളയിലും ബുദ്ധിമുട്ടിന്റെ സമയത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളെ തിരുത്തിയത് എന്തിനാണ്? അവരെ അല്ലാഹുവിന്റെ ശത്രുക്കളെക്കാൾ മോശക്കാരാക്കാനാണോ? അവരുടെ ഐക്യം തകർക്കാനാണോ? അല്ല, മറിച്ച് അവരുടെ സഫുകൾ, അവരുടെ അണികൾ നേരെയാക്കാൻ, അവരുടെ പാളിച്ചകൾ തിരുത്താൻ. എങ്കിലാണ് അല്ലാഹുവിന്റെ വിജയം ഉണ്ടാവുക. ഇത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടുകാരായ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ അബദ്ധങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നവർ അവർ നമ്മുടെ നസീഹത്തുള്ളവരാണ്, ഗുണകാംക്ഷയുള്ളവരാണ്. നമ്മുടെ അണികൾ ശരിപ്പെടുത്തി, നമ്മുടെ വിശ്വാസം നേരെയാക്കി, നമ്മുടെ ഷഹാദത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. തീർച്ചയാണ്, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചാൽ
ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക. അതിനുള്ള ഒരു എളിയ പരിശ്രമം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ. ഏറ്റവും വലിയ നന്മ അത് തൗഹീദ് എന്ന നന്മയാണ്. ഏറ്റവും വലിയ തിന്മ അത് ശിർക്ക് എന്ന തിന്മയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ് ഏറ്റവും വലിയ നന്മ. അത് കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയമാണ് ഏറ്റവും വലിയ നന്മ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നന്മയാണ് ഏറ്റവും വലിയ നന്മ. അത് കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ സാക്ഷ്യമുണ്ടല്ലോ, അതിലടങ്ങിയിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ നന്മ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണ്, ആ കാര്യമാണ് അല്ലാഹുവിന്റെ നബിമാർ മുഴുവൻ അവരുടെ ഉമ്മത്തുകളെ പഠിപ്പിച്ചത്. നോക്കൂ, നബിമാർ അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞതായി ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനിൽ മറ്റാരെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ 10 ബാധ്യതകൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ആയത്താണത്. മാതാപിതാക്കളോട്, അതുപോലെ ബന്ധുക്കളോട്, യതീമുകളോട്, സാധുക്കളോട്, അടുത്തുള്ളതും അകലെയുള്ളതുമായ, ബന്ധമുള്ളതും കുടുംബ ബന്ധമില്ലാത്തവരുമായ അയൽവാസികളോട്, കൂട്ടുകാരോട്, വഴിയാത്രക്കാരോട്, അടിമകളോട്, കീഴിലുള്ള മൃഗങ്ങളോട് പോലും ഒക്കെയുള്ള നന്മകൾ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ള ആ ആയത്തിൽ അല്ലാഹു തുടങ്ങിയിട്ടുള്ളത്, ആദ്യത്തെ ബാധ്യതയായി അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. വഅബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുക നിങ്ങൾ. വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അവന് മാത്രം നൽകേണ്ട ആരാധനകളിൽ ഒന്നും അവനല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കരുത്. സമാനമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് എത്ര കാണാം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. സൂറത്തുൽ ഇസ്രായിൽ ധാരാളക്കണക്കിന് ഹറാമുകളിൽ നിന്ന് നമ്മെ താക്കീത് ചെയ്യുന്ന ആയത്തുകളുടെ തുടക്കത്തിൽ, വലിയ വലിയ നന്മകൾ നമ്മോട് കൽപ്പിക്കുന്ന ആയത്തുകളുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ശേഷം പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. അതുകൊണ്ട് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഇത്രയും പ്രാധാന്യത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ നന്മയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നാം പരസ്പരം ഉപദേശിക്കേണ്ട ഏറ്റവും വലിയ നന്മ. അതിൽ വരുന്ന പാളിച്ചകളാണ് നാം പരസ്പരം തിരുത്തേണ്ട ഏറ്റവും വലിയ തിന്മ. അത് നസീഹത്തിന്റെ, ഗുണകാംക്ഷയുടെ, കൂറുപാലിക്കലിന്റെ, പരസ്പരമുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. അതല്ലാതെ പരസ്പരമുള്ള ശത്രുതയുടെയോ പരസ്പരമുള്ള വിഴുപ്പലക്കലിന്റെയോ അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെയോ അടയാളമേ അല്ല. നോക്കൂ നിങ്ങൾ, ഈ യഥാർത്ഥ തൗഹീദിൽ നിന്ന് ആളുകൾ അകന്നുപോകാൻ എക്കാലത്തെയും ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് നല്ലവരായ സാലിഹുകളായ ആളുകളുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിട്ടുപോയതാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ ഇക്കാര്യം. ഈ യഥാർത്ഥ തൗഹീദിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിനോട് മാത്രം വിളിച്ചു തേടുക, അവനു വേണ്ടി മാത്രം ബലിയർപ്പിക്കുക, അവനു വേണ്ടി മാത്രം നേർച്ചയാക്കുക പോലെയുള്ള തൗഹീദിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് ആളുകൾ വഴിതെറ്റാനുള്ള ഒന്നാമത്തെ വലിയ കാരണം, അതിന്റെ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണം, നല്ലവരായ ആളുകളുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിട്ടതാണ്. അവർക്ക് നൽകേണ്ട സ്ഥാനമേത്, ആ സ്ഥാനത്തിനപ്പുറത്തേക്ക് അവരെ ഉയർത്തിയതാണ്. അതിരുവിടുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള അതിരുവിട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ ദീനിൽ അതിരുവിടുന്നതിനെ സൂക്ഷിക്കുക. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ ഫിദ്ദീൻ,
നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞത്, അവരെ വഴിതെറ്റിച്ചു കളഞ്ഞത്. അൽ ഗുലൂ ഫിദ്ദീൻ, ദീനിൽ അതിരുവിടലായിരുന്നു. എന്തായിരുന്നു അവർക്ക് സംഭവിച്ച അതിരുവിടൽ? അത് അവരുടെ മഹാന്മാരുടെ കാര്യത്തിൽ, നല്ലവരായ ആളുകളുടെ കാര്യത്തിൽ, നബിമാരുടെ കാര്യത്തിലെല്ലാം അവർക്ക് നൽകേണ്ട സ്ഥാനമേതോ അതിനപ്പുറത്തേക്ക് അവരെ ഉയർത്തിയതായിരുന്നു. അല്ല, ലോകത്ത് ആദ്യമായി ശിർക്ക് വന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ കാരണം കൊണ്ടാണ്. മനുഷ്യ പിതാവ് ആദം അലൈഹിസ്സലാമിന്റെ കാലത്തിന് ശേഷം 10 തലമുറ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരായിരുന്നു. അവർക്ക് തൗഹീദ് അല്ലാതെ ശിർക്ക് പരിചയമേ ഇല്ല. റബ്ബിനോടല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. 10 തലമുറകൾക്ക് ശേഷം എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായത്? നല്ലവരായിരുന്ന സാലിഹുകളായിരുന്ന 5 പേരുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിട്ടതായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിൽ നമുക്കിത് കാണാം. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ആളുകൾ പറയുകയാണ്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റാ. നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിച്ചു കളയരുത്. നിങ്ങൾ വദ്ദിനെയോ സുവാഇനെയോ യഗൂസിനെയോ യഊഖിനെയോ നസ്റിനെയോ വിട്ടുകളയരുത്. അവരെ മുറുകെ പിടിക്കണം, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കണം, അവരോട് ബഹുമാനമില്ലാത്തവരായി നിങ്ങൾ മാറരുത്. നോക്കൂ, ഈ 5 പേര് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പേരുകളാണ്. ആരായിരുന്നു ഈ ആളുകൾ? സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. അതാ ഖുർആനിന്റെ തഫ്സീറുകൾ നമുക്ക് എടുത്തു നോക്കിയാൽ ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള വളരെ മുൻഗാമികളായ ആളുകളുടെ, പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അത് ആരുടെ പേരുകളായിരുന്നു? അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സാലിഹുകളായ നല്ലവരായ 5 പേരുടെ പേരുകളാണത്. അവർ നല്ലവരായ 5 പേരുകളായിരുന്നു. ആ ആളുകളുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിട്ടിട്ടാണ് ദീനിൽ, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ശിർക്ക് സംഭവിച്ചത്. നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളിൽ നിന്ന് അകന്ന് 2 ഭാഗത്ത് നിൽക്കുന്ന 2 ഉമ്മത്തുകൾ, യഹൂദികളും നസ്രാനികളും. അവരാണ് അഹ്ലുൽ കിതാബ്, വേദക്കാരെന്ന് അല്ലാഹു അവന്റെ കിതാബിൽ വിളിച്ചിട്ടുള്ളത്. നോക്കൂ, വേദക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അവരെ വിളിച്ചുകൊണ്ട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. അല്ലാഹു അവരെ വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ വിളിച്ചു പറയാൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. ഖുർആനിൽ നമുക്ക് ആവർത്തിച്ച് ഇക്കാര്യം കാണാം. യാ അഹ്ലൽ കിതാബ്, യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, കിതാബ് നൽകപ്പെട്ടവരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുവിടരുത്. മറ്റൊരായത്തിൽ കാണാം, ഖുൽ യാ അഹ്ലൽ കിതാബ്, ഓ നബിയെ പറയുക, ഓ അഹ്ലുൽ കിതാബ്, വേദക്കാരെ, കിതാബ് നൽകപ്പെട്ടവരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിരുവിടാൻ പാടില്ല. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുവിടരുത്. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ സത്യമല്ലാതെ പറയുന്നു, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ യാഥാർത്ഥ്യമല്ലാതെ പറയരുത്. ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പുത്രനോ അല്ലെങ്കിൽ അല്ലാഹു തന്നെയോ അല്ലെങ്കിൽ 3-ൽ 1 ദൈവമോ അല്ല, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ് അലൈഹിസ്സലാം. നോക്കൂ, ആ വലിയ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു ദീനിൽ അതിരുവിടരുത്. നിങ്ങൾ മഹാന്മാരായ ആളുകൾക്ക് അവരുടെ സ്ഥാനത്തിന് അപ്പുറത്തുള്ള സ്ഥാനം നൽകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു എന്തിനാണ് ഖുർആനിൽ അത് പറഞ്ഞത്? അല്ലാഹു ഖുർആനിൽ അത് പറഞ്ഞാൽ അത് അവർക്കുള്ള ഉപദേശമാണ്, അതുപോലെ നമുക്കുള്ള താക്കീതുമാണ്. നമുക്കുള്ള താക്കീതല്ലേ? എന്തുകൊണ്ടല്ല, എന്തുകൊണ്ടുമാണ്. കാരണം നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലതബിഅതുമൂഹും.
നിങ്ങൾ നിങ്ങൾക്ക് മുൻപുള്ള സമുദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ അതിൽ പോലും നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് ചോദിച്ചു, ആൽ യഹൂദു വൻ നസാറ, നബിയെ യഹൂദികളെയും നസ്രാനികളെയുമാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, ഫമൻ, അവരല്ലാതെ മറ്റാര്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ദീനിൽ അതിരുവിടരുത്. കാരണം അവർ അവരുടെ മതത്തിൽ അതിരുവിട്ട് അവരുടെ നബിമാരെയും സാലിഹുകളെയും ആരാധിക്കുന്ന, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. അവർ നബിമാരിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവരാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നവരാണ്. എന്നിട്ട് തെറ്റിപ്പോയത് എവിടെയാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്? അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളെ അവരുടെ സ്ഥാനത്തിന് അപ്പുറത്തുയർത്തി അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരോട് സഹായം തേടാൻ തുടങ്ങി. അവരുടെ ഖബറുകൾ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടങ്ങളാക്കി മാറ്റി. നിങ്ങൾ നോക്കൂ, ക്രൈസ്തവരായ ആളുകൾ അവരുടെ സമ്പ്രദായമാണ് അവരിലെ പുണ്യപുരുഷന്മാരുടെ മഖ്ബറകൾ, ഖബറിടങ്ങൾ, ശവകുടീരങ്ങൾ അത് മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടമാക്കി മാറ്റുക എന്നത്. അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുത്തുകളിലും അവരുടെ ഇതുപോലുള്ള കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വെച്ച ബോർഡുകളിലുമെല്ലാം നിങ്ങൾക്കത് കാണാം. അള്ളാഹു അക്കാര്യത്തിൽ നിന്ന് അവരെ വിലക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെറ്റായ വഴിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഈ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ ഏറെ ഗൗരവത്തിൽ താക്കീത് ചെയ്തു. അതീവ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അക്കാര്യം താക്കീത് ചെയ്തത് നമുക്ക് കാണാം. ഹദീസിന്റെ കിതാബുകൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. നസ്രാനികൾ, ക്രൈസ്തവർ മറിയമിന്റെ പുത്രനെ ഈസ അലൈഹിസ്സലാമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. വഖൂലു അബ്ദുല്ലാഹി ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ എന്തു പറയുക? അല്ലാഹുവിന്റെ അടിമ എന്ന് എന്നെ കുറിച്ച് പറയുക, അല്ലാഹുവിന്റെ റസൂൽ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയുക. യാ സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദര മുസ്ലിമെ, ചിന്തിച്ചു നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര കൃത്യമായ ഉപദേശമാണ്, എത്ര വ്യക്തമായ ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നീ റബ്ബായ ഇലാഹായ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതൊന്നും പറഞ്ഞു പോകരുത്. കാരണം അവിടുന്ന് ആരാണ്? അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്. നീ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തള്ളിക്കളയുന്ന, നബിയുടെ ഉപദേശങ്ങൾ അത് നിഷേധിച്ച് തള്ളുന്ന വർത്തമാനങ്ങൾ നിന്റെ നാവിലൂടെ വരരുത്. കാരണം അവിടുന്ന് ആരാണ്? റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ തിരുദൂതനാണ്. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അത് ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനമാണ്, ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി, ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയേണ്ടത് നബിയെ കുറിച്ച് പറയുന്ന സ്ഥിതിയിൽ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും എത്തിപ്പെട്ടുകൂടാ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് അങ്ങനെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ഉമ്മത്തിൽപ്പെട്ട പ്രിയങ്കരായ നബിയുടെ സ്നേഹജനങ്ങളായ ആളുകളിൽ അല്ല കാണുക, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. എപ്പോൾ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഈ ദീനിൽ നമ്മൾ കൊണ്ടുവന്നാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അതാ ഒരാൾ പറയുകയാണ്, മാഷാ അല്ലാഹു വശിഅത, ഓ നബിയെ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകൾക്ക് തോന്നിപ്പോകും അതിലെന്താണ് പ്രശ്നമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അജഅൽതനി വല്ലാഹ അദ്ല,
നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ? ഖുൽ മാ ശാ അല്ലാഹു വഹ്ദഹു, നീ പറയുക അല്ലാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ. നോക്കൂ, ഒരു വാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അതിരുവിടുന്നത് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളെ പരിഗണിച്ചിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ വാക്കിൽ എന്തും പറയാം, അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്, വാക്കിനൊക്കെ പല അർത്ഥവും ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലും നല്ല അർത്ഥത്തിൽ അത് കണ്ടേക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടില്ല. കാരണം ഈ ദീൻ വിശ്വാസവും അതുപോലെ കർമ്മങ്ങളും നന്നാക്കാനാണ് ഈ ദീൻ വന്നത് എന്നതുപോലെ വിശ്വാസവും പ്രവർത്തനങ്ങളും നേരെയാക്കാനാണ് ഇസ്ലാം ദീൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുപോലെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളും ശരിപ്പെടുത്താൻ, അതും നേരെയാക്കാൻ, അതിനും അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും അള്ളാഹു തൃപ്തിപ്പെടാത്തതൊന്നും വരാതിരിക്കാനാണ്, അതും ശരിയാക്കാനാണ് ഈ ദീൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. തോന്നിയത്, ഈ ദീനിന് യോജിക്കാത്തത് നിനക്ക് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശക്തമായി തിരുത്തുകയാണ്. കടുത്ത ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നബിയെ കുറിച്ച് ആ സ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വിശ്വാസവും ജനങ്ങൾ വെച്ചു പുലർത്താൻ അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടേയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞു മകൻ ഇബ്രാഹിം 2 വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന നബിയുടെ ആ പ്രിയപ്പെട്ട മകൻ ജനിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിച്ചിരുന്നു. ആ കുഞ്ഞു മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം എന്ന നബിയുടെ മകൻ മരണപ്പെട്ടു. ആളുകൾ എന്താണ് പറഞ്ഞത്? ആ സമയത്ത് തന്നെ ഗ്രഹണവും ഉണ്ടായി. ആളുകൾ പറഞ്ഞു, ഇതാ നബിയുടെ മകൻ മരണപ്പെട്ടത് കാരണത്താൽ സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഗ്രഹണം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും ജനിച്ചത് കൊണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു മഹാൻ ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാൻ മരണപ്പെട്ടതുകൊണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തതെന്ന് അറിയുമോ പ്രിയമുള്ളവരെ? അടുത്ത വെള്ളിയാഴ്ച ജുമുഅയുടെ ഖുതുബയിൽ ആ പ്രശ്നം അങ്ങ് പറഞ്ഞു തിരുത്താം, അല്ലെങ്കിൽ പിന്നീട് ഒരു സന്ദർഭത്തിൽ തിരുത്താം എന്നാണോ? അല്ല, ഹദീസിന്റെ കിതാബുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമുണ്ട് പോലും ശരിക്കൊടുക്കാതെ അതിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്, മസ്ജിദിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജനങ്ങളോട് പ്രസംഗിക്കുന്നു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി ഇന്ന ശംസ വൽ ഖമറ ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനോ ചന്ദ്രനോ ആരുടെയെങ്കിലും മരണം കാരണത്താലോ ആരുടെയെങ്കിലും ജനനം കാരണത്താലോ ഗ്രഹണം ബാധിക്കുകയില്ല. വലാകിന്നഹുമാ ആയതാനി മിൻ ആയാതില്ലാഹ് ഫഇദാ റഅയ്തുമൂഹാ ഫസല്ലു. മറിച്ച് അത് രണ്ടും അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഗ്രഹണം കണ്ടാൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക, ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുക. ദീർഘമായി ആ ഗ്രഹണം വിട്ടുപോകുന്നതുവരെ സുദീർഘമായുള്ള നിസ്കാരമാണത്. അള്ളാഹുലേക്ക് കേണുമടങ്ങിക്കൊണ്ട് അവനോട് ദുആ ചെയ്തുകൊണ്ടുള്ള നിസ്കാരം. കാരണം അതുപോലുള്ള ആയത്തുകൾ കൊണ്ട് അള്ളാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ അടിമകളെ പേടിപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിനെ ഭയപ്പെടാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലുള്ള ഗ്രഹണങ്ങളിലൂടെ. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ മനോഹരമായ തിരുത്തൽ നോക്കൂ. ആകട്ടെ, അങ്ങനെ ജനങ്ങൾ വിചാരിച്ചോട്ടെ എന്നാണ് നബി കരുതിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായത് പറയുന്ന നബിയുടെ ശത്രുക്കളായ ആളുകൾ, എതിരാളികൾ അവിടെ ഉണ്ട്. അവരിൽ 2 ആൾ ഇത് കണ്ട് മുസ്ലിം ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചോ? കണ്ടോ, എന്റെ മകൻ മരിച്ചപ്പോൾ സൂര്യന് ഗ്രഹണം ബാധിച്ചു, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എന്നിൽ വിശ്വസിച്ചു എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ചിന്തിച്ചു നോക്കൂ. കാരണം തെറ്റുകളോ അന്ധവിശ്വാസങ്ങളോ തെറ്റായ ധാരണകളോ ഇല്ലാത്ത കഥകളോ കൊണ്ട് ഈ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യം ഇതിന്റെ ആളുകൾക്കില്ല. ഈ ദീൻ സുവ്യക്തമാണ്.
ഇത് വ്യക്തമാണ്. ഇത് തെളിവുകൾ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ദീൻ സത്യമാണ്. സത്യം പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. കഥകളോ കളവുകളോ കെട്ടുകഥകളോ ഈ ദീനിനെ ബലപ്പെടുത്താൻ നമുക്ക് ആവശ്യമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും തന്നെ നമുക്ക് മതിയായതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നബിമാർ അവരുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിടാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾ ഇക്കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ നബിമാരുടെ കാര്യത്തിൽ, റസൂലുകളുടെ കാര്യത്തിൽ ആളുകൾ അതിരുവിടുകയോ അവർ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരെ ഇലാഹാക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അല്ലാഹു അവന്റെ നബിമാർക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പോലെയുള്ള പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത് പോലും. യാ സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചില്ലേ? അവിടുന്ന് വഫാത്താകുന്ന വേളയിൽ ആ സമയത്ത് വന്ന പനി സഹാബത്ത് റളിയല്ലാഹു അൻഹും വസ്ത്രത്തിന് മുകളിലൂടെ കൈവച്ചാൽ പോലും ആ ചൂട് കയ്യിൽ അറിയാമായിരുന്നു. അത്രയും കടുത്ത ചൂട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നിന്ന് വീണിട്ടുണ്ട്, ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കാതെ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഉഹദിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേറ്റില്ലേ? നബിയുടെ ആ സുന്ദരമായ കവിളിലൂടെ രക്തമൊഴുകിയില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ പൊട്ടിയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നബിമാർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നതിന് പിന്നിലുള്ള അല്ലാഹുവിന്റെ ഒരു ഹിക്മത്താണ് അവരുടെ കാര്യത്തിൽ ജനങ്ങൾ അതിരുവിടരുത് എന്നത്. ഇത് നമ്മൾ ആരെങ്കിലും പുതുതായി പറഞ്ഞുണ്ടാക്കിയതല്ല. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ്, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റഹിമഹുല്ലാഹ്, ഇമാം നവവിയെ കേൾക്കാത്ത ആളുകളുണ്ടോ? രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ, അദ്ദേഹം അതാ സഹീഹ് മുസ്ലിമിന്റെ വിശദീകരണമായി അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പറയുകയാണ്, വൽ ഹിക്മതു ഫീ ജവാസിൽ മറദ് അലൈഹിം വമസാഇബി ദുനിയ തക്തീറു അജ്രിഹിം വതസ്ലിയതു الناس ബിഹിം ولئلا يفتتن الناس بهم ويعبدوهم لما يظهر عليهم من المعجزات والآيات البينات. നോക്കൂ, ഇമാം നവവി അദ്ദേഹം പറയുന്നു, നബിമാർക്ക് രോഗങ്ങളും മുസീബത്തുകളും അല്ലാഹു നിശ്ചയിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഹിക്മത്ത്, അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അവരുടെ പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കാൻ, അവരെ കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് മുസീബത്തുകൾ ഉണ്ടായാൽ നമുക്ക് ആശ്വസിക്കാം. അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ പടപ്പുകൾക്ക് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവരുടെ ശ്രേഷ്ഠതയുടെ അടുത്തുപോലും എത്താത്ത എനിക്കും അത് ബാധിക്കാമല്ലോ. അല്ലാഹു ദുനിയാവിൽ ഒരുവനെ പരീക്ഷിക്കുക എന്നത് അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ അടയാളമല്ല. മറിച്ച് ചിലപ്പോൾ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവരെയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് അവൻ പരീക്ഷിക്കുക എന്നത്. നോക്കൂ, അതുകൊണ്ട് ആളുകൾക്ക് ആശ്വാസമാണ് നബിമാർക്കുണ്ടായ പരീക്ഷണം ഓർക്കുക എന്നത്. അതുപോലെ നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലി അല്ലാ യഫ്തതിന الناس ബിഹിം വയഅബുദൂഹും, അവരുടെ കാര്യത്തിൽ ജനങ്ങൾ ഫിത്നയിലായി, കുഴപ്പത്തിലായി, അവരെ നബിമാരെ ജനങ്ങൾ ആരാധിക്കാതിരിക്കാൻ. എന്തുകൊണ്ട്? ലിമാ യദ്ഹറു അലൈഹിം മിനൽ മുഅ്ജിസാത്ത് വൽ ആയാത്തിൽ ബയ്യിനാത്ത്, അവരിലൂടെ മുഅ്ജിസത്തുകൾ പ്രകടമാകുന്നുണ്ട്, അത്ഭുതകരമായ കാര്യങ്ങൾ നബിമാരിലൂടെ അല്ലാഹു ജനങ്ങളെ കാണിക്കുന്നുണ്ട്. അല്ലേ? ഇഖ്തറബത് സാഅതു വൻശഖൽ ഖമർ, അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഖമറിൽ പറഞ്ഞു, അന്ത്യസമയം അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ വെല്ലുവിളിച്ചു. അല്ലാഹു അതാ പറയുന്നു, അവരോട് ചന്ദ്രനിലേക്ക് നോക്കാൻ പറയൂ. അല്ലാഹു അതിനെ പിളർത്തി രണ്ടു ഭാഗത്തേക്കാക്കി കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ സിഹർ ചെയ്തതാണ്, ഞങ്ങളെ മാരണം ചെയ്തതാണ്. നമുക്ക് ദൂരെ വേറെ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളോട് ചോദിക്കാം, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ദൂരെ നിന്ന് വരുന്ന ആളുകൾ പറഞ്ഞു, അതെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നബിമാരിലൂടെ അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. എന്തിനാണത്? നബിമാരെ ആരാധിക്കാനല്ല, മറിച്ച് നബിമാർ അവർ കൊണ്ടുവന്ന സന്ദേശം സത്യമാണ്. അവർ വിളിക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ്. അവർ വിളിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. ഈ മുഅ്ജിസത്തുകൾ കണ്ട് മറ്റാരും വഞ്ചിതരായി പോയി തെറ്റായി അത് മനസ്സിലാക്കാതിരിക്കാൻ അല്ലാഹു അതാ നബിമാരെ പരീക്ഷിക്കുന്നു. അവർക്ക് രോഗങ്ങൾ നിശ്ചയിക്കുന്നു. അവർ ഇബാദത്ത് ചെയ്തുകൂടാ, മറിച്ച് അവർക്ക് ശിഫാ നൽകിയവൻ ആരാണ്? ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ അവർ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചു? അവനോട് ആ റബ്ബിനോട് മാത്രം നീയും പ്രാർത്ഥിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അതാ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അല്ലാഹുവാണ് എനിക്ക് ശിഫാ നൽകുന്നത്, അല്ലാഹുവാണ് എനിക്ക് ശമനം നൽകുന്നത്. 18 സുദീർഘമായ വർഷങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. അയ്യൂബ് അലൈഹിസ്സലാം, ആ മഹാനായ നബി, ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. മുൻകഴിഞ്ഞ നബിമാരെ, ഇബ്രാഹിം നബിയെയോ മൂസാ നബിയെയോ അതുപോലുള്ള മുൻകഴിഞ്ഞ നബിമാരെയോ വിളിച്ചു തേടിയില്ല. ആ മഹാനായ നബി വിളിച്ച വിളിയതാ പരിശുദ്ധ ഖുർആനിൽ, റബ്ബി അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ, റബ്ബേ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, പ്രയാസമേറ്റിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവൻ. ഫസ്തജബ്നാ ലഹ്, അല്ലാഹു പറയുന്നു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, നാം അയ്യൂബിന് ഉത്തരം നൽകി. ഇങ്ങനെ നബിമാർ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റപ്പോൾ റബ്ബിനോടാണ് തേടിയത്. അതുകൊണ്ട് ആ റബ്ബിനോട് തേടുക. നബിമാരുടെ കാര്യത്തിൽ അതിരുവിടാതിരിക്കുക, സാലിഹുകളുടെ കാര്യത്തിൽ, നന്മ നിറഞ്ഞവരുടെ കാര്യത്തിൽ അതിരുവിടാതിരിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബിയുടെ സഹാബത്ത് പഠിപ്പിച്ചത് ഇതാണ്. നബിയുടെ പേരക്കുട്ടികൾ, അഹ്ലുബൈത്തിൽപ്പെട്ട മഹാന്മാർ, നബി കുടുംബം, അവർ പഠിപ്പിച്ചത് ഇതാണ്. ഞങ്ങളൊക്കെ നബി കുടുംബമാണ്, തങ്ങന്മാരാണ്, ആലുബൈത്താണ്. അതുകൊണ്ട് ഞങ്ങളെ ആരാധിക്കൂ നിങ്ങൾ, ഞങ്ങളുടെ അരികിലേക്ക് വരൂ നിങ്ങൾ, ഞങ്ങൾ ഉറുക്ക് കെട്ടിത്തരാം, ഏലസ് കെട്ടിത്തരാം എന്നല്ല അള്ളാഹുവിന്റെ നബിമാരുടെ കുടുംബം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ആളുകളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റഹിമഹുല്ലാഹ്, ആരാണ് അദ്ദേഹം? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി, സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനാണ്, തങ്ങളാണ് അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്. അദ്ദേഹത്തിന്റെ വാക്കായത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം അദ്ദഹബിയുടെ സിയറു അലാമിൻ നുബല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അദ്ദേഹം പറഞ്ഞതായി, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം വലാ തുഹിബ്ബൂന ഹുബ്ബൽ അസ്നാം, ജനങ്ങളെ നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിന്റെ സ്നേഹം സ്നേഹിച്ചുകൊള്ളുക. വലാ തുഹിബ്ബൂന ഹുബ്ബൽ അസ്നാം, ബിംബാരാധകർ, ബിംബങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങൾ ഞങ്ങളെ ദയവ് ചെയ്ത് സ്നേഹിക്കാതിരിക്കുക. ഫമാ ബരിഹ ബിനാ ഹുബ്ബുകും ഹത്താ സാറ അലൈനാ ആറൻ, കൂഫക്കാരായ ചില ആളുകളും മറ്റും ഇറാഖിലെ ചില ആളുകളും മറ്റും പിൽക്കാലത്ത് അഹ്ലുബൈത്തിന്റെ കാര്യത്തിൽ, നബി കുടുംബത്തിന്റെ കാര്യത്തിൽ അതിരുവിട്ടപ്പോൾ അവരെ അവരുടെ സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഉയർത്തുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ സ്നേഹം തന്നെ ഞങ്ങൾക്ക് പേരുദോഷമായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ സ്നേഹം സ്നേഹിക്കൂ നിങ്ങൾ, ബിംബങ്ങളെ അതിന്റെ ആരാധകർ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കരുത്. നബി കുടുംബമാണ് ഈ പറയുന്നത്. സൈനുൽ ആബിദീൻ, അള്ളാഹുവിന്റെ വലികളിൽപ്പെട്ട വലിയാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നബിമാരെയും ഔലിയായിനെയും
സജ്ജനങ്ങളെയും എല്ലാം നാം സ്നേഹിക്കേണ്ടത് ഇസ്ലാമിന്റെ സ്നേഹമാണ്. ഹുബ്ബുൽ ഇസ്ലാം, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. ആ സ്നേഹത്തിനപ്പുറത്തേക്ക് അവരെ ആരാധിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ അവരെ സ്നേഹിച്ചാൽ അത് ഇസ്ലാമിന്റെ സ്നേഹമല്ല. അത് ബിംബാരാധകർ അവരുടെ ഇലാഹുകളെ, വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെക്കാൾ അധികം ഏറ്റവും നന്നായി സ്നേഹിച്ച സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരിക്കൽ പോലും നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് പലരും ചെയ്യുന്നത് പോലെ ഇസ്തിഗാസ നടത്തിയിട്ടില്ല. സഹാബത്തിന്റെ ചരിത്രത്തിൽ എവിടെയും നമുക്കത് കാണാൻ സാധ്യമല്ല. അവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിച്ചത് നബി എങ്ങനെ നബിയെ കുറിച്ച് വിശ്വസിക്കാൻ പറഞ്ഞുവോ അങ്ങനെയാണ്. അബ്ദുല്ലാഹി വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതായിരുന്നു അവരുടെ വിശ്വാസം. ഇന്ന് നോക്കൂ നിങ്ങൾ, ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോകട്ടെ, അതല്ലാത്ത നബിയുടെ സ്ഥാനത്തു നിന്നും എത്രയോ 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 താഴെ മാത്രം സ്ഥാനമുള്ള ആളുകളെ പലരെയും ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? പലരെയും കാണുന്നത് അവർ അള്ളാഹുവിന് പുറമെ ഉപകാരോപദ്രവങ്ങൾ വരുത്താൻ കഴിവുള്ളവരായിട്ടാണ്. മരണപ്പെട്ടവരെ കാണുന്നത് പലപ്പോഴും ഉപകാരങ്ങൾ വരുത്താനും ഉപദ്രവം തടുക്കാനും കഴിവുള്ളവരായിട്ടാണ്. ചില ദർഗകൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ അതിലൂടെ പോകേണ്ട സന്ദർഭത്തിൽ നമുക്ക് കാണാം, വാഹനത്തിൽ പോയിരുന്ന ആൾ വാഹനത്തിൽ നിന്നിറങ്ങി നടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ മടിയില്ലാത്തവർ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ കള്ളസത്യം ചെയ്യാൻ ഭയപ്പെടുന്നു. റബ്ബിന്റെ പേരിൽ വല്ലാഹ് എന്ന് പറഞ്ഞ് കളവ് പറയാൻ യാതൊരു മടിയുമില്ല. അതേസമയം അള്ളാഹു അല്ലാത്ത ഇന്ന വലിയന്റെ പേരിൽ നീ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവന്റെ മുട്ട് വിറക്കും, അവൻ പേടിക്കും. കള്ളസത്യം ചെയ്താൽ വലിയന്റെ ഉപദ്രവം ഉണ്ടാകും, ചോര ഛർദിച്ചു മരണപ്പെടും എന്നുവരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവൻ വലിച്ചെറിഞ്ഞു. അതോടൊപ്പം അവൻ ആരെയാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ഇബാദത്തിന്റെ ഭയം. മറഞ്ഞ വഴിയിലൂടെ ഉപദ്രവം എനിക്ക് വരുത്തിയേക്കും എന്ന ഭയം. അവൻ ആരെയാണ് ഭയപ്പെടുന്നത്? അള്ളാഹുവിനെയാണോ? അല്ല, അള്ളാഹു അല്ലാത്തവരെ. ഇന്ന വലിയനെ കുറിച്ച് പറഞ്ഞാൽ വലിയ എന്റെ മനസ്സിലെ ഈമാൻ എടുത്തു നീക്കി, ഞാൻ കാഫറായി ചത്തുപോകും എന്ന് പേടിക്കുന്ന ആളുകളുണ്ട്. ഈ പേടി യഥാർത്ഥത്തിൽ ശിർക്കാകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഭയപ്പാടാണ്. ഇങ്ങനെ നോക്കൂ, അള്ളാഹു അല്ലാത്തവരുടെ കാര്യത്തിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പാടില്ലാത്തത് പിന്നെ മറ്റാരുടെ കാര്യത്തിലാണ് നമുക്ക് അനുവാദം ഉണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയാൻ പാടില്ല എങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ആർക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയും സ്ഥാനമുള്ളത്? ഒരാൾക്കുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുവിനോട് അടുത്ത മറ്റാരുണ്ട്? ഒരാളുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുക? മുഹീദ്ദീൻ ഷേഖിന്റെ മഖബറയിൽ ചെന്നാൽ, അവിടെ തൊട്ടു തടവിയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെ മഖബറയിൽ ചെന്നാൽ അവിടെ തൊട്ടു തടവിയാൽ ബറക്കത്ത് ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? ഇല്ല സഹോദരങ്ങളെ, ഇല്ല, നമുക്ക് പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ളത്. ആ ദീനിലുള്ളത് അങ്ങനെയാണ്. എന്നാൽ ഇസ്ലാമിന് പുറത്തുള്ള ദീനുകളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ജനങ്ങളെ അവർ വിശുദ്ധരായി കാണുന്നു.
അവരുടെ സഭ കൂടി സുനഹദോസ് കൂടി ആളുകളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു, അവരെ വാഴ്ത്തപ്പെട്ടവരായി കാണുന്നു. ഇനി മുതൽ ഇന്ന് പുണ്യവാളന്റെ ഖബറിടത്തിനരികിൽ അല്ലെങ്കിൽ ഇന്ന് ശ്രേഷ്ഠയായ സ്ത്രീയുടെ ഖബറിടത്തിനരികിൽ ചെന്ന് നിങ്ങൾക്ക് മാധ്യസ്ഥ പ്രാർത്ഥന നടത്താം എന്നവർ വിശ്വസിക്കുന്നു. നോക്കൂ, എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇസ്ലാമിൽ ഷഹീദുകളായി കൊല്ലപ്പെട്ട ബദറിലെ ശുഹദാക്കളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടോ, പ്രയാസഘട്ടങ്ങളിൽ നിങ്ങൾ വിളിച്ചോളൂ യാ അഹ്ല ബദർ ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ, പ്രയാസഘട്ടങ്ങളിൽ നിങ്ങൾ ചെന്നോളൂ. ബദറിലെ ആളുകളെ ഖബറടക്കിയ ആ ഖബർസ്ഥാന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് ശുദ്ധമാണ്, അത് തൗഹീദിന്റെ ദീനാണ്, അത് അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ദീനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിനു ശേഷം ഈ പ്രഭാഷണം തുടരുന്നതാണ്. നിങ്ങളെല്ലാവരും നിസ്കാരത്തിനു ശേഷം ഈ പ്രഭാഷണം പൂർണ്ണമായി ശ്രമിക്കണമെന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളിൽ പലരും തെറ്റായ വിശ്വാസങ്ങളിലേക്കും ഇസ്ലാമിനെ നിരക്കാത്ത പ്രവർത്തനങ്ങളിലേക്കും പോകാൻ കാരണമായ അവർ തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ് തബറുക്ക് അഥവാ ബറക്കത്തെടുക്കുക എന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികളിൽ, അവന്റെ പടപ്പുകളിൽ ചിലതിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്. ബറക്കത്ത് എന്നാൽ നിലനിൽക്കുന്ന നന്മയാണ്. ഈസ അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലുണ്ട്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ ബറക്കത്തുള്ളതാണ്, നബിയുടെ വാക്കുകൾ ബറക്കത്തുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തന്നെ ബറക്കത്തുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും നബിയുടെ ഉമിനീരിൽ നിന്നും മറ്റും ബറക്കത്ത് പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ രോഗം ബാധിച്ച സന്ദർഭത്തിൽ നബിക്ക് മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. ഖുർആനിലെ അവസാനത്തെ സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പോലെയുള്ള സൂറത്തുകൾ ഓതി മന്ത്രിക്കുമായിരുന്നു. ഓതി അത് ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ കയ്യിലേക്ക് തന്നെ ഊതി നബിയുടെ ശരീരം തടവുമായിരുന്നു. എന്തുകൊണ്ടാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന്റെ ബറക്കത്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണത്. എന്നാൽ സഹാബത്തിൽ ഒരാളും തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ബറക്കത്ത് എടുക്കുക എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടല്ലാതെ ചെയ്തിരുന്നില്ല. അവരാരും തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെയോ ഉമറിന്റെയോ അരികിൽ വുദൂ ചെയ്ത വെള്ളത്തിന് ആവശ്യപ്പെട്ടു വന്നിട്ടില്ല. അവരുടെ ഉമിനീർ അത് ബറക്കത്തുള്ളതാണെന്ന് കരുതി അത് സ്വീകരിക്കുകയോ ബറക്കത്ത് അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. എന്നു മാത്രമല്ല പ്രിയമുള്ളവരെ, അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടില്ലാത്ത സംഗതികളിൽ ബറക്കത്ത് പ്രതീക്ഷിക്കുക, അല്ലാഹു ബറക്കത്ത് എടുക്കാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ബറക്കത്ത് എടുക്കാൻ ശ്രമിക്കുക, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് അവരാണ് ബറക്കത്ത് നൽകുന്നത് എന്ന് വിശ്വസിക്കുക. ഈ പറയപ്പെട്ട രൂപങ്ങൾ ഇസ്ലാമിന് നിരക്കാത്ത ജാഹിലിയത്തിന്റെ രൂപങ്ങളാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന്റെ യാത്രക്കിടയിൽ നബിയും ആളുകളും തമ്മിൽ ഉണ്ടായ ഒരു സംഭവം ഹദീസിന്റെ കിതാബുകളിൽ വളരെ പ്രസിദ്ധമാണ്. ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അടുത്ത കാലത്ത് മുസ്ലിമീങ്ങളായ പലരും ആ യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അതാ ദാത്തു അൻവാത്ത് എന്നറിയപ്പെട്ടിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ മുശ്രിക്കുകൾ അവരുടെ വാളുകൾ കൊളുത്തി വെക്കുമായിരുന്നു, അവരുടെ ആയുധങ്ങൾ തൂക്കിയിടുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? അങ്ങനെ തൂക്കിയിട്ട് ആയുധങ്ങളുമായി യുദ്ധം ചെയ്താൽ വിജയിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. ഓ നബിയെ, അവർക്ക് തൂക്കിയിടാനുള്ള ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം, ദാതു അൻവാത്ത്, തൂക്കിയിടാനുള്ള ഒരു മരം ഏർപ്പെടുത്തി തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതികരിച്ചത് എങ്ങനെയെന്ന് അറിയുമോ? ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നഹ സുനൻ. ഇത് മുൻഗാമികളുടെ ചര്യയാണ്, പഴയ പിഴച്ച സമുദായങ്ങളുടെ രീതിയാണ്. അള്ളാഹുവാണ് മൂസാ നബിയോട് ഇസ്രായേൽ സന്തതികൾ ആവശ്യപ്പെട്ടതെന്തോ അതാണ് നിങ്ങൾ ഇപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് മൂസാ നബിയോട് ഇസ്രായേൽ മക്കൾ ആവശ്യപ്പെട്ടത്? ഖുർആനിലുണ്ട്. ഖുർആനിൽ ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ബനു ഇസ്രായേൽ മൂസാ നബിയോട് ചോദിച്ചു, ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ കണ്ടാരാധിക്കാനുള്ള ഒരു ദൈവത്തെ ഏർപ്പെടുത്തി തന്നാലും, കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ. ഇതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദൃശ്യപ്പെടുത്തുകയാണ്. എന്ത്? വാള് തൂക്കിയിട്ട് ബറക്കത്തെടുക്കാനുള്ള ഒരു മരം ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നാലും നബിയെ എന്നവർ ചോദിച്ചതിനെ. സുബ്ഹാനല്ലാഹ്, സഹാബികൾ ആ യുദ്ധത്തിന് പങ്കെടുത്ത അപ്പോൾ മുസ്ലിമീങ്ങളായ, ഇസ്ലാമിന്റെ വിശദാംശങ്ങൾ കൂടുതലായി പഠിച്ചിട്ടില്ലാത്തവർ നബിയോടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒന്ന് ഏർപ്പെടുത്തി തന്നാലും എന്നാണ് പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചത് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തരൂ എന്ന് ചോദിച്ചവരുടെ അതുപോലെയുള്ള ചോദ്യമാണിത് എന്ന്. അതുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഒന്നാമതായി അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ബറക്കത്ത് സ്വീകരിക്കാവൂ. അള്ളാഹുവാണ് ബറക്കത്തേകുന്നവൻ. മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റും നാം ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അള്ളാഹുവാണ് ബറക്കത്തേകുന്നവൻ, നന്മയേകുന്നവൻ. അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുള്ളതിൽ നിന്ന് മാത്രമേ നമുക്ക് ബറക്കത്തെടുക്കാവൂ. അള്ളാഹു ബറക്കത്ത് നൽകിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അള്ളാഹുവിന്റെ ഖുർആനിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ നിബന്ധന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വസ്തുവിൽ ബറക്കത്തുണ്ട് എങ്കിൽ കൂടി അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാതെ ബറക്കത്തെടുക്കാൻ പാടില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മസ്ജിദുകൾ ബറക്കത്തുള്ള ഇടങ്ങളാണ്, യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് മസ്ജിദുകളുടെ ബറക്കത്ത് നമ്മൾ നേടിയെടുക്കേണ്ടത്? അവിടെ വെച്ച് നിസ്കരിക്കുക, ഇഅ്തികാഫ് ഇരിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, ഇതൊക്കെയാണ് ബറക്കത്ത്. മസ്ജിദിലേത് നേടിയെടുക്കാനുള്ള വഴി. അതല്ലാതെ മസ്ജിദുകളുടെ ചുമരുകൾ തൊട്ട് തടവുക, ആ ചുമരുകൾ ചുംബിക്കുക, ആ മസ്ജിദിന്റെ തറയിൽ കിടന്നുരുളുക, ഇങ്ങനെ ഒരാൾ ബറക്കത്തെടുത്താലോ? മസ്ജിദിന് ബറക്കത്തില്ലേ എന്ന് അയാൾ ന്യായം പറഞ്ഞാലോ? ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ ബറക്കത്തെടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ നിബന്ധന, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവാണ് ബറക്കത്ത് നൽകുന്നത്. അതല്ലാതെ ഈ വസ്തുവിന് എന്തെങ്കിലും ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിശ്വസിക്കണം. നോക്കൂ, ഈ മൂന്ന് നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ ബറക്കത്തെടുക്കാൻ പാടുള്ളൂ. ഒന്ന്, അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ച സംഗതിയായിരിക്കണം അത്.
സംസം, ആ വെള്ളം അല്ലാഹു അതിൽ നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹ്, സംസം അത് എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനുള്ളതാണ്. ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ ഏതേത് ആഗ്രഹങ്ങളുണ്ടോ അത് നീ അള്ളാഹുവിനോട് തേടിക്കൊണ്ട് അത് കുടിച്ചുകൊള്ളുക, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിറവേറ്റി തരും. അതുപോലെ അത് ശിഫാഉ സഖ്മിൻ വതആമു തഅമിൻ, അത് രോഗങ്ങൾക്ക് ശമനമാണ്, വിശപ്പിന് പകരമാണ്. ഭക്ഷണം കഴിച്ചതുപോലെ വിശപ്പടങ്ങാൻ സംസം വെള്ളം കൊണ്ട് സാധിക്കും. അതുപോലെ രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട്. അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ. എന്നാൽ അള്ളാഹു നിശ്ചയിക്കാത്ത ഇടങ്ങളിൽ ബറക്കത്തുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പാടുണ്ടോ? ഇതാ ഇന്നയിടത്തെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉമിനീര് തട്ടിയാൽ അതിൽ ബറക്കത്തുണ്ട്. അദ്ദേഹത്തിന്റെ പക്കലുള്ള തേനിനും വെള്ളത്തിനും പ്രത്യേകം ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ എവിടെയാണ് നമുക്ക് തെളിവുള്ളത്? അതുകൊണ്ട് അള്ളാഹു ബറക്കത്ത് നൽകിയിരിക്കണം. രണ്ട്, ആ ബറക്കത്ത് സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. മൂന്ന്, ഈ രണ്ട് നിബന്ധനകളും ഒറ്റാലും അള്ളാഹുവാണ് ബറക്കത്തേകുന്നത് എന്നാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഈ വസ്തുവിന് ഉപകാരോപദ്രവങ്ങൾ അതിന്റെ ഉടമസ്ഥതയിലില്ല. നോക്കൂ, ഹജറുൽ അസ്വദിന്റെ മുന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കത സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഹജറുൽ അസ്വദ്, ആ കറുത്ത കല്ല് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ്. അത് വെളുത്ത നിറമായിരുന്നു. മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താൽ അത് കറുത്തുപോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ചുംബിക്കുന്ന വേളയിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു വെറും കല്ലു മാത്രമാണ്, എനിക്കറിയാം നീ ഒരു കല്ലു മാത്രമാണ്. ലാ തദുറു വലാ തൻഫ, നീ ഉപകാരം വരുത്തുകയില്ല, ഉപദ്രവം ചെയ്യുകയില്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതു, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്, അല്ലാതെ നീ ഉപകാരോപദ്രവങ്ങൾ വരുത്തുകയില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിൽ നിന്ന് വെള്ളം നിർഗളിച്ച, അല്ലാഹു നബിയുടെ കൈ സ്പർശിച്ച വെള്ളത്തിന് ബറക്കത്ത് നൽകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബിയുടെ കൈവിരൽ സ്പർശിച്ചപ്പോൾ വെള്ളം അതാ അങ്ങനെ നിർഗളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയ്യ അലാ അഹ്ലിൽ വുദൂ അൽ ബറകതു മിനല്ലാഹ്, ഹയ്യ അലാ അഹ്ലിൽ വുദൂ, ഹയ്യ അലാ അഹ്ലിൽ വുദൂ, വുദൂ എടുക്കാനുള്ള ആളുകളെ വരൂ. അൽ ബറകതു മിനല്ലാഹ്, ബറക്കത്ത് ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനാണ് ഈ വെള്ളം നമുക്ക് വർദ്ധിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാതെ ബറക്കത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിയർപ്പിലോ ഉമിനീരിലോ വുദൂ ചെയ്ത വെള്ളത്തിനോ ബറക്കത്തുണ്ട് എന്ന് പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ നബിയുടെ ഉമ്മത്തിലെ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് സഹാബിമാർ അബൂബക്കർ സിദ്ദീഖിന്റെ വുദൂ ചെയ്ത വെള്ളത്തിന് വരാതിരുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമിനീരിന് ബറക്കത്ത് പറയാതിരുന്നത്, അബൂബക്കർ സിദ്ദീഖിന്റെ ഉമറിന്റെയോ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഏതെങ്കിലും ഒരു സഹാബിയുടെ ഉമിനീരിലോ അല്ലെങ്കിൽ അവർ വുദൂ ചെയ്ത വെള്ളത്തിനോ അവരുടെ വിയർപ്പിലോ ഒന്നും ബറക്കത്ത് പറയാതിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്തവരുടെ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. എന്നാൽ നമ്മുടെ ഉമ്മത്തിലെ പലരുടെയും സ്ഥിതി എന്താണ് പലരുടെയും സ്ഥിതി? നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള മാണിയൂരിലുള്ള സമസ്തയുടെ ഒരു നേതാവ് ഇതിന് വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ആളുകൾ പലരും ചെല്ലുകയാണ്.
എന്താണ് ഈ ആളുകളിൽ പലരുടെയും വിശ്വാസം? നമ്മൾ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഉമിനീരിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈക്കോ അല്ലെങ്കിൽ ആ പ്രത്യേകമായ ഊതലിനോ ബറക്കത്തുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള തെളിവ്? പ്രിയമുള്ള സഹോദരങ്ങളെ, മന്ത്രം എന്ന് പറയുന്നത്, രോഗത്തിനും മറ്റും മന്ത്രിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതുപോലെയാണ് നാം പ്രവർത്തിക്കേണ്ടത്. തെറ്റായ മന്ത്രങ്ങൾ, പാടില്ലാത്ത മന്ത്രങ്ങൾ മന്ത്രിച്ചുകൂടാ. ഇനി ശരിയായ മന്ത്രമാണ് നമ്മൾ മന്ത്രിക്കുന്നത് എങ്കിൽ പോലും മന്ത്രിക്കുന്ന ആൾ ഏത് വിശ്വാസക്കാരനാണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവ്യക്തമായ വല്ല സംഗതികളുമുണ്ടോ? വ്യക്തതയില്ലാത്ത, എന്താണെന്നറിയാത്ത പ്രവർത്തനങ്ങൾ വല്ലതുമുണ്ടോ? എങ്കിൽ അങ്ങനെയുള്ളവരുടെ അരികിൽ മന്ത്രിക്കാനും മറ്റും ചെല്ലുക പാടില്ലാത്തതാണ്. മന്ത്രിക്കാനും മറ്റും ചെല്ലുക പാടില്ലാത്തതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹം മാണിയൂരിലുള്ള സമസ്തയുടെ നേതാവ്, അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മൂസ അലൈഹിസ്സലാമിന്റെ വടിയുടെ ആ വടിയിൽ എഴുതിയിരുന്ന ചില സംഗതികൾ, അതാണത്രേ ഇവരുടെ കയ്യിലുള്ളത്. മന്ത്രിക്കാനോ അല്ലെങ്കിൽ കെട്ടാനോ മൂസ അലൈഹിസ്സലാമിന്റെ വടിയിലുണ്ടായിരുന്ന, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയിലുണ്ടായിരുന്ന സംഗതികളാണ് ഞങ്ങൾ മന്ത്രിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് കെട്ടിക്കൊടുക്കാനോ ഉപയോഗിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. റിയോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിന്റെ മേലെയുണ്ട് ചില പേരുകൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിന്റെ മേലെയുണ്ട് ചില പേരുകൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിന്റെ മേലെയുണ്ട് ചില പേരുകൾ. അത് തുറന്നു നോക്കിയിട്ട് ചിലര് പറയും ഇതെന്തോ മറ്റേ വരിയും കുറ്റമൊക്കെ കണ്ടിട്ട് എന്താന്ന് തിരിയുണ്ട്. മൂസാ നബിന്റെ വടിന്റെ മേലെയുള്ള ഇസ്മാണ്. അറബി ഭാഷ മാത്രമല്ല, പല ലിപിയുമുണ്ട്. അതൊക്കെ അറിയാതെ എന്തെങ്കിലും കളിയാക്കി മറ്റൊന്നും ചെയ്തു കളയരുത്. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ വലിയ മഹാന്മാരായ ആളുകൾ വഴിയുള്ളതാണ്. ചുരുക്കി പറയാ, എങ്ങോട്ടെങ്കിലും പോകണ്ട, കാട് കയറണ്ട. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹിസ്സലാമിന്റെ വടിയിലുള്ള, അതിലെഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പക്കലുള്ളത്. അതിനെ ഒന്നും ആരും പരിഹസിക്കരുത്. അതൊക്കെ വലിയ മഹാന്മാര് ചെയ്തതാണ് എന്നാണ് ഈ പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ തരത്തിൽ ആണ് ഇസ്ലാമിന്റെ വിശ്വാസമെങ്കിൽ എന്തായിരിക്കും, എവിടെയായിരിക്കും ഈ ഉമ്മത്തി എത്തിച്ചേരുക? നമ്മുടെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സംഗതി നമുക്ക് കിട്ടണമെങ്കിൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ, നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ സനദ് വേണം, തെളിവ് വേണം, പാരമ്പര്യം വേണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഒരു കാര്യം, നബി പറഞ്ഞതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന സനദ്, പരമ്പര ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പാടില്ല. അതാണ് അൽ ഇസ്നാദു മിനദ്ദീൻ. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞത്, സനദ് എന്ന് പറയുന്നത് മുറിയാത്ത കണ്ണികൾ അടങ്ങുന്ന ആ പരമ്പര എന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിയവന് തോന്നിയതൊക്കെ പറയാമായിരുന്നു. ഈ ആളുകൾ, ഇദ്ദേഹം ഈ മന്ത്രിച്ചു കൊടുക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അവകാശപ്പെടുന്നത് ഞങ്ങൾ പാരമ്പര്യം ഉള്ളവരാണ് എന്നാണ്. പാരമ്പര്യമുണ്ട് സമസ്തക്ക് എന്നാണ് പറയുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന യഥാർത്ഥ പാരമ്പര്യമില്ലാതെ ഒരു കാര്യം വിശ്വസിക്കുക നമുക്ക് പാടില്ല. അല്ല എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, നബിയുടെ ഹദീസുകൾ നമുക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു തന്ന ആളുകളൊക്കെ ഈ എടുത്ത അധ്വാനവും പണിയുമൊക്കെ വെറുതെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു ഹദീസ് കിട്ടിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടുത്താൻ വലിയ അധ്വാനമാണ് അവർ അധ്വാനിച്ചിട്ടുള്ളത്.
അവരുടെ ജീവിതം ആ വിജ്ഞാനത്തിനു വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട്. നബിയിലേക്ക് ചേർത്തപ്പെട്ട കാര്യങ്ങളിലെ നെല്ലും പതിരും വേർതിരിക്കുവാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് വിശ്വസിക്കണം. അങ്ങനെയാണ് നബിയിൽ നിന്ന് വന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വർഷങ്ങൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, ഈസാ നബിക്ക് മുൻപ്, യഹ്യാ നബിക്ക് മുൻപ്, സക്കരിയ നബിക്ക് മുൻപ്, ദാവൂദ് നബിക്ക് മുൻപ്, സുലൈമാൻ നബിക്ക് മുൻപ് അലൈഹിമുസ്സലാം, അവരെക്കാൾ മുൻപേ ജീവിച്ച തൗറാത്ത് നൽകപ്പെട്ട മൂസ അലൈഹിസ്സലാമിന്റെ വടിയിലുണ്ടായിരുന്ന ഒരു സംഗതിയാണിത് എന്ന് ഈ കാലത്ത്, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്ത് അതും അതുപോലുള്ളതുമൊക്കെ വിശ്വസിച്ചാൽ എവിടെ എത്തും ഈ ഉമ്മത്ത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ദീനിൽ പ്രമാണങ്ങൾക്ക് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? ഹദീസുകൾക്ക് പിന്നെ എന്ത് പ്രസക്തിയുണ്ട്? വേറൊരാൾ വരികയാണ്, ഇതാ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എഴുത്താണ്. ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? ചില ആളുകൾ അതിലെ വരയും കുറിയും ഒക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടും. ഇതൊക്കെ ഏത് ഭാഷയാണ്? അത് അറബി മാത്രമൊന്നുമല്ല, അതിൽ പല വരയും കുറിയുമുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ എന്താണെന്നറിയാത്ത വരയും കുറിയും തിരിച്ചും മറിച്ചും എഴുതിയതിന്റെ പേരെന്താണ് എന്ന്? അതിന്റെ പേരാണ് സിഹർ, അതിന്റെ പേരാണ് മാരണം, അതിന്റെ പേരാണ് ക്ഷുദ്ര പ്രവർത്തനം, ഇസ്മിന്റെ മണി. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാത്ത, ഏതു ഭാഷയാണെന്നറിയാത്ത വരയും കുറിയും കൊണ്ടുവന്നിട്ട്, അതുപോലുള്ള സിഹറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകളോട് പറയണം, മൂസ അലൈഹിസ്സലാമിന്റെ വടിയിലുണ്ടായിരുന്ന കാര്യമാണ് ഇത്. എവിടെയാണ് സനദ്? മൂസ അലൈഹിസ്സലാം വരെ എത്തുന്ന സനദ് എവിടെ? പാരമ്പര്യം എവിടെ? ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്, നിങ്ങൾക്കൊന്നും പാരമ്പര്യമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. എവിടെ പാരമ്പര്യം? മൂസ അലൈഹിസ്സലാം വരെ എത്തുന്ന സനദ് എവിടെയാണുള്ളത്? മൂസ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ എഴുത്ത് എന്തേ നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയില്ലേ? ഉമറിന് കിട്ടിയില്ലേ? റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ മഹാന്മാരായ സഹാബിമാർക്ക് കിട്ടിയില്ലേ? ഉസ്മാനും അലിക്കും ബാക്കിയുള്ള സഹാബിമാർക്കും പരിചയമില്ലേ? സഹാബത്തിന് കിട്ടിയിട്ടില്ലേ? താബിഈങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? തബഉ താബിഈകൾക്ക് കിട്ടിയില്ലേ? എങ്ങനെയാണ് ബനൂ ഇസ്രായേലിന്റെ മക്കയിൽ നിന്ന് നേരെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് ഇത് ചാടിയത് ഈ നൂറ്റാണ്ടിൽ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനാണ് തെളിവില്ലാത്ത കെട്ടുകഥകൾ എന്ന് പറയുക. ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട് തന്നെ, ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലും കുടുംബത്തിലും തന്നെ ഉണ്ടായിരുന്ന ചിലർ മുമ്പ് സിഹറാണ് ഇതൊക്കെ എന്ന് വെളിപ്പെടുത്തി വന്നിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ മന്ത്രിച്ചു കൊടുക്കുന്നത് ശരിയായ മന്ത്രമാണ് എന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ പോലും, മാണിയൂരിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ശരിയായ മന്ത്രമാണ് എന്ന് വാദത്തിന് സമ്മതിച്ചാൽ പോലും, എങ്ങനെയാണ് ഇതുപോലുള്ള അവ്യക്തമായ എന്തെന്നറിയാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അരികിലേക്ക് മന്ത്രിക്കാൻ പോകാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? എന്നു മാത്രമല്ല, മൂസ അലൈഹിസ്സലാമിന്റെ സമുദായമാണ് ഞങ്ങൾ എന്നറിയപ്പെടുന്ന ബനൂ ഇസ്രായേൽ യഹൂദികൾ ഞങ്ങൾ മൂസാ നബിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞവരാണ്. അവരാണ് സിഹറിന്റെ, മാരണത്തിന്റെ കാലത്തെയും ആളുകളെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر. അവർ സിഹറിനെ പറ്റി അല്ലാഹു അവതരിപ്പിച്ചതിനെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിശാചുക്കൾ ഓതിക്കൊടുത്ത മാരണം പിൻപറ്റി. എന്താണ് സിഹർ എന്ന് പറയുന്നത്, മാരണം എന്ന് പറയുന്നത്? ഇസ്ലാമിൽ അതിന്റെ വിധി എന്താണ്? അതാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മദ്രസയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിൽ ശിർക്ക് കഴിഞ്ഞ് രണ്ടാമതായി നബി എണ്ണിയത് എന്തിനെയാണ്? സിഹറിനെയാണ്, മാരണത്തെയാണ്. ഇസ്മിന്റെ മണി, ക്ഷുദ്ര പ്രവർത്തനം, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു സിഹർ.
അത് ചെയ്തവന്റെ വിധി എന്താണ്? അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവനുള്ള ശിക്ഷ എന്താണ്? സാഹിറിനുള്ള ശിക്ഷ അവനെ വാളുകൊണ്ട് വെട്ടിക്കളയലാണ്. സഹാബത്ത് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന കുറ്റമാണത്. അതിനോട് സാദൃശ്യമുള്ള പ്രവർത്തനമാണ് സിഹറിന്റെ പ്രവർത്തനങ്ങൾ. അതിന്റെ അടയാളങ്ങൾ ചിലതുണ്ട്. അതിൽപ്പെട്ടതാണ് ചില എഴുത്തുകൾ നിങ്ങൾ കാണും, കടലാസുകൾ കാണും, ചില കെട്ടുകൾ കാണും. തുറന്നു നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ പല എഴുത്തുകൾ ഉണ്ടാകും. ചിലപ്പോൾ അറബി അക്ഷരങ്ങൾ ഉണ്ടാകും. അത് ഒരർത്ഥവും കിട്ടാത്ത, പിടുത്തം കിട്ടാത്ത രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. കളങ്ങൾ വരച്ചിട്ടുണ്ടാകും. ഇതുപോലുള്ള സംഗതി ഉപയോഗിക്കുന്നവർ പറയണം ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ കൂടെ ഉണ്ടായതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഇതുപോലുള്ള ദീനിലല്ല നമ്മെ വിട്ടേച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയത് തെളിഞ്ഞ മാർഗത്തിലാണ്. തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. അതിലെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പഠിപ്പിക്കാത്ത കാര്യമാണിത്. നബി ഒരിക്കൽ പോലും ഇത് മൂസാ നബിയുടെ വടിയുടെ കൂടെ ഉണ്ടായിരുന്ന എഴുത്താണ്, അതുകൊണ്ട് മന്ത്രിച്ചു കുടിച്ചോളൂ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഏലസാക്കി കെട്ടിക്കോളൂ, ഉറുക്കിന്റെ കൂടെ ബന്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന, ഇങ്ങനെയുള്ളത് സംസാരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് അഹ്ലുസുന്ന എന്ന് പറയാൻ സാധിക്കുക? സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയാൻ സാധിക്കുക? എന്റെ മുസ്ലിം സഹോദരങ്ങളെ, ഈ വക കലർപ്പുകളെ നീക്കിയാൽ, ഈ വക കലർപ്പുകളില്ലാത്ത പരിശുദ്ധമായ ദീൻ നാം സ്വീകരിച്ചാലാണ് അള്ളാഹുവിന്റെ വിജയം നമുക്കുണ്ടാവും. അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അവങ്കിൽ നിന്നുള്ള വിജയവും നമുക്കുണ്ടാവും. നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ നേരെയാക്കുക, അള്ളാഹുവിലേക്ക് തിരിയുക, നാം റബ്ബിലേക്ക് തിരിയുക, അവനോട് കേണു പ്രാർത്ഥിക്കുക. നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും ഭീഷണികളും അതിക്രമങ്ങളും അന്യായങ്ങളുമെല്ലാം അള്ളാഹു തടുത്തില്ല എങ്കിൽ ഒരാളെ കൊണ്ടും തടുക്കുക സാധ്യമല്ല. ഒരാളുടെയും ആശ്രയവും അവലംബവും നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. അള്ളാഹുവിൽ അവലംബം അർപ്പിക്കുക. അവനാണ് പ്രയാസപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. ആരാണ് പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്, അവന്റെ പ്രയാസം നീക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്, അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ, അവനോടൊപ്പം മറ്റു വല്ല ആരാധ്യരുമോ? ഒരാളും തന്നെയില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ശിർക്കിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. രോഗം വന്നോ എന്ത് ചെയ്യുക? ചികിത്സിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജാവൂ, നിങ്ങൾ ചികിത്സിച്ചുകൊള്ളുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യദഅ ദാഅൻ ഇല്ലാ വദഅ ലഹു ദവാഅ. അല്ലാഹു ഏതൊരു രോഗം നിശ്ചയിച്ചിട്ടുണ്ടോ അതിനവൻ മരുന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഗൈറ ദാഇൻ വാഹിദ് അൽ ഹറം, വാർദ്ധക്യം എന്ന രോഗമൊഴികെ അതിന് മരുന്നില്ല. യുവാവാകാൻ ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. ആ മരുന്നുകൾക്കൊപ്പം, ചികിത്സകൾക്കൊപ്പം നമുക്ക് മന്ത്രിക്കാം, ശരിയായ മന്ത്രം ഉപയോഗിച്ച്. പരിശുദ്ധ ഖുർആൻ അത് ശിഫാഅൻ, ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ ശമനമുണ്ടെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതിൽ നിന്ന് ശമനമുണ്ട്? അതിൽ മനസ്സിന്റെ രോഗങ്ങൾക്ക്, നിഫാഖിന്, കുഫറിന്, കാപട്യത്തിന്, നിഷേധത്തിന്, അതിനെല്ലാം ഉള്ള ശമനമുണ്ട്. അതോടൊപ്പം ശരീരത്തിന്റെ രോഗങ്ങൾക്കുള്ള ശമനവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക, അത് കയ്യിലേക്ക് ഊതുക, ശരീരത്തിൽ തടവുക. മറ്റു നബിയും സഹാബത്തും പഠിപ്പിച്ച മറ്റുള്ള ഏതൊക്കെ രൂപത്തിലുള്ള മന്ത്രങ്ങളുണ്ടോ ആ രൂപത്തിൽ മന്ത്രിക്കുക. അതല്ലാതെ ഇതുപോലെ എന്താണ് വിശ്വാസം എന്ന് നമുക്ക് യാതൊരു പിടുത്തവുമില്ലാത്ത,
എന്താണ് ഈ ചികിത്സ എന്ന് നമുക്ക് യാതൊരു അറിവുമില്ലാത്ത ഇതുപോലുള്ള കള്ളക്കഥകൾ പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് പ്രിയമുള്ളവരെ പോകാതിരിക്കുക. സ്വയം മന്ത്രിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മന്ത്രിച്ചു കൊടുത്തോളൂ, യാതൊരു തകരാറുമില്ല. കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുത്തോളൂ. പരസ്പരം അങ്ങനെ ചെയ്തു കൊടുത്താൽ യാതൊരു തകരാറുമില്ല. എന്നാൽ ഇല്ലാത്ത മന്ത്രങ്ങൾ അത് പാടില്ല. മന്ത്രങ്ങളിൽ ശിർക്കായ മന്ത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നർ റുഖ വത്തമാഇമ വത്തിവലത ശിർകുൻ. ദുർമന്ത്രങ്ങൾ, ഉറുക്ക്, ഏലസുകൾ പോലെയുള്ള കാര്യങ്ങൾ ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രിയമുള്ളവരെ, ഇവരെ മന്ത്രിക്കാൻ പോകുന്ന ഇടങ്ങളിൽ, വെള്ളവും തേനും ഒക്കെ വാങ്ങാൻ പോകുന്ന ഇടങ്ങളിലുള്ള ആളുകൾ ഞാൻ നേരത്തെ കേൾപ്പിച്ചതുപോലെയുള്ള സംസാരങ്ങൾ അവർ നടത്തുന്നത് തന്നെ, അവരുടെ പ്രഭാഷണങ്ങൾ തന്നെ മിക്കതും അതിന്റെ പിന്നിൽ കെട്ടിയ ബാനറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇന്നയാളുടെ ഉറൂസ്, ആ ഉറൂസിന്റെ സദസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട സദസ്സുകളിലാണ്, പരിപാടികളിലാണ് അവരുടെ പ്രസംഗങ്ങൾ അധികവും, അതിൽ ഭൂരിപക്ഷവും. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഇവർ നിൽക്കുന്ന വേദികൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദകേടിന്റെ വേദികളാണ്, നബിയോടുള്ള അനുസരണക്കേടിന്റെ സദസ്സുകളാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ ഖബറുകൾ, അത് ആണ്ടോടാണ്ട് സമ്മേളിക്കാനും ആണ്ടോടാണ്ട് ദുആ മജ്ലിസുകൾ സംഘടിപ്പിക്കാനും ഉറൂസ് മജ്ലിസുകൾ സംഘടിപ്പിക്കാനുള്ള വേദികളാണ് എന്ന് ആരാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഖബറുകളെ അത്തരം വേദികളാക്കാൻ പാടില്ല എന്ന് വഫാത്തിന്റെ വേളയിൽ ആവർത്തിച്ചു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആളുകളാണെന്ന് ഈ ആളുകൾക്ക് എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? എങ്ങനെ അത് ശരിയാകും? പ്രിയമുള്ളവരെ, ഖബർ സിയാറത്തിന്റെ കാര്യം തന്നെ നിങ്ങൾ അറിയുമോ? ഇസ്ലാമിൽ അത് ആദ്യകാലത്ത് വിലക്കപ്പെട്ടിരുന്നു. ഖബർ സന്ദർശിക്കാനേ പാടില്ല എന്നായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ നിയമം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുകയാണ്, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. അലാ ഫസൂറുഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് ഖബർ സന്ദർശനം കൊണ്ട് പരലോക ചിന്ത ഉണ്ടാകും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്തുകൊണ്ടാണ് ഇത് വിലക്കിയത്? കാരണം ഷിർക്കിൽ നിന്ന് അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് അവർ. ഷിർക്കിന്റെ ആരംഭം തന്നെ ഖബറുകളുടെ അരികിലാണ്. ഖബറുകൾ ഷിർക്കിലേക്ക് ജനങ്ങൾ പോകാൻ കാരണമായ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഉടനെ പഴയതിലേക്ക് പോകാതിരിക്കാൻ ഖബർ സന്ദർശനം തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. പിന്നീട് ആളുകളുടെ മനസ്സിൽ ഈമാൻ ഉറച്ചപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, പരലോകത്തെ കുറിച്ച് ചിന്ത ഉണ്ടാകും. എങ്ങനെ ആയിരിക്കണം ഇസ്ലാമിലെ ഖബർ? ഇസ്ലാമിലെ ഖബർ എങ്ങനെ ആയിരിക്കണം? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അഹ്ലുസുന്നത്തിന്റെ ഇമാമായ ആ മഹാപണ്ഡിതൻ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ അൽ എന്ന കിതാബിൽ പറയുന്നു, വഉഹിബ്ബു അല്ലാ യുസാദ ഫിൽ ഖബ്രി തുറാബുൻ മിൻ ഗൈരിഹി. ഖബർ എങ്ങനെയായിരിക്കണം? ഖബറിൽ മയ്യത്ത് വെച്ച് ഖബർ മൂടുമ്പോൾ ഖബർ കുഴിക്കാൻ വേണ്ടി എടുത്ത മണ്ണല്ലാതെ പുറത്തുള്ള മണ്ണ് ആ ഖബറിന് മുകളിൽ ഇടാതിരിക്കുക. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ശേഷം അൽ ഉമ്മിൽ, ഇമാം ശാഫിഈയുടെ അൽ ഉമ്മിൽ അദ്ദേഹം പറയുന്നു, മഹാനവർകൾ പറയുന്നു, വലം അറ ഖുബൂർ അൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ. മുഹാജിറുകളോ അൻസാറുകളോ ആയ സഹാബിമാരുടെ ഖബറുകൾ കുമ്മായം തേച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ശേഷം പറയുകയാണ്, കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു നീക്കാൻ ഭരണാധികാരികൾ ഉത്തരവിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ അവരെ ഒരിക്കലും തടയുമായിരുന്നില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ എന്ന കിതാബിൽ പറയുകയാണ്, കിതാബുൽ ഉമ്മിൽ, നിങ്ങൾക്കാർക്കും ഈ കിതാബിൽ ഈ പറയുന്നതുണ്ടോ എന്നത് പരിശോധിക്കാം.
എന്തിനാണ് ഇമാം ഷാഫിഈ അത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഖബർ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഖബറാകാവൂ എന്ന് പറഞ്ഞത്? കാരണം മറ്റൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തായിരുന്നു. നബിയുടെ വസിയ്യത്ത്. പ്രിയമുള്ളവരെ, വസിയ്യത്തിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വസിയ്യത്തിന് നിങ്ങൾ നൽകുന്ന വില എന്തായിരിക്കും? ഉപ്പയുടെ മരണസമയത്ത് ഉപ്പ പറഞ്ഞ വസിയ്യത്താണ്, എന്തായാലും ചെയ്യണം. ഉമ്മ വഫാത്തിന്റെ വേളയിൽ മരണസമയത്ത് എന്നോട് അവസാനം പറഞ്ഞതാണ്, വസിയ്യത്താണ്, ഉമ്മാന്റെ വസിയ്യത്താണ്, നടപ്പിലാക്കണം. പ്രിയമുള്ളവരെ, ആരാണ് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമുക്ക് പ്രിയപ്പെട്ടവർ? ബിഅബി ഹുവ വ ഉമ്മി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും ഉപ്പയും പകരം കൊടുത്തിട്ടായാലും സംരക്ഷിക്കേണ്ടി വന്നാൽ, ഒന്ന് കാണേണ്ടി വന്നാൽ, അതിനു മാത്രം നമ്മുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകേണ്ട, നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കേണ്ട റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഖബറുകൾ ഇതാ ഇന്ന് കാണുന്ന ഈ മഖബറകൾ പോലെ, ഈ ഉറൂസിന്റെ കേന്ദ്രങ്ങൾ പോലെ ആക്കി കളയരുത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. ആ വസിയ്യത്തിനെ കാറ്റിൽ പറത്തി, ആ വസിയ്യത്തുകൾക്ക് മേൽ ഖബറുകൾ കെട്ടിയുയർത്തി. അല്ല, ഇബ്നു ഹജർ അൽ ഹൈതമി ശാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ, ഓരോ കെട്ടിപ്പൊക്കിയ മഖ്ബറകളും അദറു മിൻ മസ്ജിദ് ദിറാർ, അത് മുനാഫിഖുകൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദ് ദിറാറിനേക്കാൾ ഈ ഉമ്മത്തിന് അപകടകരമാണ്. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതെല്ലാം അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരത്തിന് മുകളിലാണ് അസ്തിവാരം ഇട്ടിട്ടുള്ളത്. ഇബ്നു ഹജറുൽ ഹൈതമി പറഞ്ഞതാണ്, അങ്ങനെയുള്ള മഖ്ബറകൾ ഉണ്ടാക്കുകയും അതിന്റെ പുറത്ത് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ മുറ്റത്ത് ഉറൂസുകൾ സംഘടിപ്പിക്കുകയും അവിടെ പോയി പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് മന്ത്രിക്കാൻ ചെല്ലുകയോ മുസ്ലിമീങ്ങളെ? എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്തുകൾ പിന്നോട്ട് വലിച്ചെറിഞ്ഞ് അത് ചവിട്ടുമാറ്റി ഏത് സഹായമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചാലും, ഈ യുദ്ധഭൂമിയിൽ എന്ത് നടന്നാലും, ഞങ്ങൾ റാഞ്ചിയെടുക്കപ്പെട്ടാലും, ഇനി അതല്ല വിജയിച്ചാലും, ആ മലമുകളിൽ നിന്ന് എന്റെ ഉത്തരവില്ലാതെ ഇറങ്ങി വരരുതേ എന്ന ഒരു കൽപ്പന പറഞ്ഞപ്പോൾ ആ ഒരു കൽപ്പന മാത്രം അനുസരിക്കാത്തതിന്റെ പേരിൽ 70 മഹാന്മാരായ സഹാബിമാർ നഷ്ടപ്പെട്ട ചരിത്രമാണ് നമുക്കുള്ളത്. ആ സഹാബിമാരുടെ രക്തത്തിന് നമ്മുടെ രക്തത്തെക്കാൾ വിലയുണ്ട്. നമ്മെക്കാൾ അല്ലാഹുവിൽ അവർക്ക് സ്ഥാനമുണ്ട്. നബിയുടെ ഒരൊറ്റ കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിൽ, അതനുസരിക്കാത്തത് പോയതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന പരാജയമാണ്. അതുകൊണ്ട് ഉമ്മത്തെ പരാജയങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം അന്വേഷിക്കുന്നവരെ മടങ്ങൂ അല്ലാഹുവിലേക്ക്, അവന്റെ റസൂലിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാകൂ. ഈ മഖ്ബറകളെ, ദർഗകളെ, കെട്ടിയുയർത്തിയ ജാറങ്ങളെ കൈയൊടിയൂ. നിങ്ങളാണത് ഉപേക്ഷിക്കേണ്ടത്. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് എന്തായിരുന്നു? ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുകയാണ്, നബി വഫാത്താകുന്നതിന് കേവലം 5 ദിവസം മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക. നിങ്ങൾക്ക് മുൻപുള്ള സമുദായങ്ങൾ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും എല്ലാം ഖബറുകളെ മസ്ജിദുകളാക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളാക്കരുത്, ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക. ഞാൻ നിങ്ങളോടത് വിലക്കുകയാണ്. വഫാത്തിന് 5 നാളുകൾക്ക് മുൻപ് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഉമ്മു സലമ, ഉമ്മു ഹബീബ തുടങ്ങിയ നമ്മുടെ ഉമ്മമാർ അവർ ഹബശയിൽ, അബ്സീനിയയിൽ, ക്രൈസ്തവരുടെ നാട്ടിൽ
ഇതുപോലെ മഖ്ബറകൾക്ക് മേൽ നിർമ്മിക്കപ്പെട്ട അവരുടെ ആരാധനാലയങ്ങളെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സദസ്സിൽ പറഞ്ഞു. കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്സാലിഹു ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദാ. ആ ഖൗമിന്റെ സ്വഭാവം എന്താണെന്ന് അറിയുമോ? അവരിൽ സാലിഹായ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന് മേൽ അവർ മസ്ജിദ് ഉണ്ടാക്കും. ഖബറും മസ്ജിദും മഖ്ബറകൾ അത് മസ്ജിദുകളാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് അതിനു പുറമെ അവരവിടെ പല രൂപങ്ങളും ഉണ്ടാക്കി വെക്കും. ഫഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. അല്ലാഹുവിങ്കൽ നാളെ പരലോകത്ത് ഏറ്റവും നികൃഷ്ടരായ പടപ്പുകളാണ് അവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. നബിയുടെ വഫാത്തിന്റെ വേളയിൽ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കെ ഖബറുകൾ മസ്ജിദുകളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ എത്ര ഹദീസുകൾ ഇമാം ബുഖാരിയുടെ സഹീഹിൽ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അതാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിലെ ഖബറുകൾ അത് കെട്ടി ഉയർത്തപ്പെടാത്ത ഖബറുകളായിരിക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഖഅദ അലൽ ഖബർ വഅൻ യുജസ്സസ അലൈഹി വഅൻ യുബ്ന അലൈഹി. ജാബിർ ബിൻ അബ്ദുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയിരിക്കുന്നു ഖബറുകളിന്മേൽ ഇരിക്കുന്നത്, അവിടെ കെട്ടിപ്പൊക്കുന്നത്, അതിന്മേൽ കുമ്മായമിടുന്നത്. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഇങ്ങനെ ആയിരിക്കണം ഇസ്ലാമിലെ ഖബർ. അത് മസ്ജിദുകളോട് ചേർന്നാകാൻ പാടില്ല. മസ്ജിദുകൾ വേറെ, മഖ്ബറ വേറെ. മസ്ജിദും ഖബറും ഒരേ കോമ്പൗണ്ടിനുള്ളിലല്ല, മറിച്ച് രണ്ടും വേറെ വേറെയായിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് കാണുകയാണ്. അടുത്ത് ഖബറുണ്ട്. അനസ് അതറിയില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കരിച്ചുകൊണ്ടിരുന്ന സഹാബിയെ വിലക്കുകയാണ്. അൽ ഖബർ, അൽ ഖബർ, ഖബറുണ്ട് അവിടെ, ഖബറുണ്ട് അവിടെ എന്ന് പറയുകയാണ്. നോക്കൂ, ഖബറുകൾ, ഇസ്ലാമിലെ ഖബറുകൾ അത് മസ്ജിദുകളല്ല. ഖബർസ്ഥാൻ വേറെ, മസ്ജിദുകൾ വേറെ. ആ ഖബറുകൾ കെട്ടിയുയർത്തപ്പെടാൻ പാടില്ല. ആരുടെ ഖബറായാലും, എത്ര വലിയ മഹാന്മാരുടെ ഖബറുകളായാലും അത് കെട്ടിയുയർത്താൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇമാം ശാഫിഈ എത്ര വലിയ മഹാനാണ്. ഇബ്നു ഹജർ ഹൈതമി ശാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, വലഖദ് അഫ്താ جماعة من عظماء الشافعية بهدم قبة إمامنا الشافعي وإن صرف عليها ألوف من الدنانير. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച് കെട്ടിയുയർത്തപ്പെട്ട നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈയുടെ മഖ്ബറ തകർത്തു കളയണമെന്ന് ഷാഫിഈ മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിരിക്കുന്നു. ഇത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല, ഇബ്നു തൈമിയ പറഞ്ഞതല്ല റഹിമഹുമുല്ലാഹ്. മറിച്ച് ആരാണ് പറഞ്ഞത്? ഇബ്നു ഹജർ ഹൈതമി പറയാണ്, ശാഫിഈ മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരിൽ മഹാനായ ഇമാം ഷാഫിയുടെ ഖബറിന് മുകളിൽ കെട്ടിയുയർത്തിയ മഖ്ബറ അത് തകർത്ത് കളയാൻ ആയിരക്കണക്കിന് ദീനാറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മഖ്ബറ പൊളിച്ചു നീക്കാൻ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഇമാം ഷാഫിഈയോട് ബഹുമാനമില്ല എന്നിട്ടല്ല, ഖബറുകൾ അപമാനിക്കാൻ വേണ്ടിയല്ല, അവർ തീവ്രവാദികളായതുകൊണ്ടല്ല, മറിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ആയതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനമുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇനി പ്രിയമുള്ളവരെ, ഈ ഖബറുകളിലേക്ക് ചെല്ലുന്നതിന്റെ വിധി എന്താണ്? ഈ ഖബറുകളിലേക്ക് ദീർഘയാത്ര പോകുന്നതിന്റെ സ്ഥിതി എന്താണ്? സാധാരണ ഒരു നാട്ടിലുള്ള മഖ്ബറയുണ്ടോ അവിടെ സന്ദർശിക്കുക സുന്നത്താണ്. നമുക്ക് മരണചിന്ത ഉണ്ടാക്കും, നമ്മുടെ കൽബ് നന്നാക്കാൻ അത് സഹായിക്കും. എന്നാൽ മറ്റു നാടുകളിലുള്ള മഖ്ബറകളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോകുന്നതിന്റെ വിധി എന്താണ്? ചെറിയ കുട്ടികളെ വരെ കൂട്ടി ഉസ്താദുമാർ ബസ് പിടിച്ച് പോകുന്നത് നിങ്ങൾ കാണാറില്ലേ? എന്താണ്? സിയാറത്ത് ടൂറാണ്. സിയാറത്ത് ടൂർ. പല നാടുകളിലുമുള്ള മഖ്ബറകളിൽ എല്ലാം ചുറ്റിക്കറങ്ങി അവിടെ എല്ലാം പുണ്യമുണ്ടെന്ന് പ്രതീക്ഷിച്ച് അവിടെ പോയി അവിടെയുള്ള ഖബറുകൾ തൊട്ടു തടവി ഇങ്ങനെ പലതും ചെയ്യാൻ. എന്തിനാണ് പോകുന്നത്? പോകുന്ന സ്ഥലത്തിന്, ആ സ്ഥലത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്.
പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കുക, നിങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഒരു സ്ഥലത്തിന്റെ പുണ്യം പ്രതീക്ഷിച്ച് ദൂരയാത്ര പോകാൻ 3 സ്ഥലങ്ങളിലേക്കല്ലാതെ നമുക്ക് പാടില്ല. അത് 3 മസ്ജിദുകളാണ്, 3 നബിമാർ നിർമ്മിച്ച മസ്ജിദുകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, അൽ മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സാ. ദൂരയാത്ര പോകാൻ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദൂരയാത്ര പോകാൻ 3 മസ്ജിദുകളിലേക്കല്ലാതെ പാടില്ല. ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കയിലെ കഅബ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം, വമസ്ജിദി ഹാദാ, പിന്നെ എൻ്റെ ഈ മസ്ജിദ് മദീനയിലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്, മസ്ജിദുൻ നബവി, വൽ മസ്ജിദുൽ അഖ്സാ, മൂന്നാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 മസ്ജിദിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അബൂ ബസ്റ അൽ ഗിഫാരി അദ്ദേഹം പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു. അദ്ദേഹം ചോദിച്ചു, മിൻ ഐന അഖ്ബൽത, എവിടെ നിന്നാണ് നീ വരുന്നത്? അഖ്ബൽതു മിനത് തൂർ, ഞാൻ തൂർ പർവ്വതത്തിന്റെ അരികിൽ നിന്ന് വരികയാണ്. സല്ലൈതു ഫീഹി, ഞാൻ അവിടെ പോയി നിസ്കരിച്ചു. ശ്രദ്ധിക്കുക നിങ്ങൾ. തൂർ പർവ്വതം ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പർവ്വതമാണ്. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു ആദ്യമായി വഹി നൽകിയ സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്ത് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പോയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഈ സഹാബി ഇത് കേട്ടപ്പോൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? അമ ഇന്നി ലൗ അദ്റക്തുക ലം തദ്ഹബ്, പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുമായിരുന്നില്ല, നീ പോകുമായിരുന്നില്ല. ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, 3 മസ്ജിദുകളിലേക്കല്ലാതെ, 3 പള്ളികളിലേക്കല്ലാതെ ദീർഘയാത്ര പുണ്യം പ്രതീക്ഷിച്ചു പോകാൻ പാടില്ല. അൽ മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സാ. ആ സ്ഥലത്തിന്റെ പുണ്യം പ്രതീക്ഷിച്ചുള്ള യാത്രയാണ് നാം ഈ പറയുന്നത്. നമുക്ക് പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ പേരിൽ നാം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ദൂര നാട്ടിൽ കഴിയുകയാണ്. ആ സഹോദരനെ കാണാൻ നമ്മൾ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പരസ്പര സന്ദർശനമാണ്, അത് സുന്നത്താണ്. ആ പോക്കിൽ ആ സഹോദരൻ നിൽക്കുന്ന സ്ഥലത്തിനൊരു പുണ്യവും നാം കാണുന്നില്ല. അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ പോകുന്നു എന്ന് മാത്രം. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് പോവുക. അതേസമയം സ്ഥലത്തിന് പുണ്യം പ്രതീക്ഷിച്ചു പോവുക പാടില്ല ഈ 3 പള്ളികളിലേക്കല്ലാതെ. പ്രിയമുള്ളവരെ, 3 മസ്ജിദിലേക്ക് മാത്രം, വേറൊരു മസ്ജിദിലേക്ക് അങ്ങനെ പോകാൻ പാടില്ല. മസ്ജിദ് ഖുബാ, അവിടെ പോയി നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചവർക്ക് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. അത് മദീനയിലെത്തിയവർക്ക് അവിടെ പോവുക സുന്നത്താണ്. അവിടേക്ക് വേണ്ടിയല്ല നമ്മുടെ ദീർഘയാത്ര. നമ്മുടെ ദീർഘയാത്ര മദീനയിലേക്കുള്ള ദീർഘയാത്ര മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ വേണ്ടിയാണ്. ആ മസ്ജിദിലേക്കാണ്, മറ്റെവിടേക്കുമല്ല. പിന്നെ ഉള്ളത് അവിടെ ചെന്നിട്ടുള്ള ബാക്കി സുന്നത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുക, അവിടെ എത്തിയാൽ സുന്നത്താണ്. ഖുബാ മസ്ജിദിലേക്ക് പോവുക, അവിടെ എത്തിയാൽ സുന്നത്താണ്. നോക്കൂ, എങ്കിൽ പള്ളികളുടെ പോലും സ്ഥിതി ഇതാണ് എങ്കിൽ മഖ്ബറകളിലേക്ക്, ദർഗകളിലേക്ക് ഇങ്ങനെ പോകുന്നതിന്റെ സ്ഥിതി എന്തായിരിക്കും? മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ 3 മസ്ജിദുകളിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്, അവിടെ പോയി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോകാൻ പാടില്ല. ആ സ്ഥലത്ത് പോയി ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകും. അതിന് പോകാൻ പാടില്ല. എങ്കിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ള മഖ്ബറകളിലേക്ക്, ദർഗകളിലേക്ക് പോകുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പോയിട്ട് അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോയിട്ട് അവിടെ തൊട്ട് തടവുകയാണ്, ആ സ്ഥലത്തിന്റെ ബറക്കത്ത് പ്രതീക്ഷിക്കുകയാണ്. അജ്മീറിലെ
അവിടെയുള്ള കാഴ്ചകൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഖബറുകൾ തവാഫ് ചെയ്യുകയാണ്. ഖബറുകൾ തവാഫ് ചെയ്യുന്നു, ചുറ്റും നടക്കുന്നു, ഖബറുകൾക്ക് ചുറ്റും നടക്കുന്നു. ഈ ഭൂമിയിൽ കഅബയല്ലാതെ, മക്കയിലെ കഅബയല്ലാതെ മറ്റൊരു സ്ഥലവും, ഒരു മസ്ജിദാകട്ടെ, ഖബറാകട്ടെ, എന്താകട്ടെ, എവിടെയാകട്ടെ, ഒരിടവും തവാഫ് ചെയ്യുക പാടില്ല. അത് ശിർക്കായി തീരും. ആ മഖ്ബറയിൽ കിടക്കുന്ന ആളെ അയാൾക്കുള്ള ഇബാദത്തായിക്കൊണ്ടാണ്, അയാളിലേക്ക് അടുക്കാനാണ് അവിടെ തവാഫ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ബൈത്തല്ലാതെ, കഅബയല്ലാതെ ഒരു മുസ്ലിം ഈ ദുനിയാവിൽ വേറെ ഒന്നും തവാഫ് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെവിടെയെങ്കിലും ഇതുപോലെ ചുറ്റിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? സഹാബത്ത് ചെയ്തത് കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പാരമ്പര്യം അവകാശപ്പെടുന്ന, അഹ്ലുസുന്നത്ത് അവകാശപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? കഅബക്കല്ലാതെ തവാഫ് ചെയ്തുകൂടാ, അജ്മീറിലും അതുപോലുള്ള ദർഗകളിലും പോയി അവിടെ സുജൂദും തവാഫും ഒന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്നു, ഖബറുകൾ ഈദിന്റെ സ്ഥലമാക്കുന്നു. എന്താണ് ഖബറുകൾ ഈദാക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ ഖബറിനെ ഈദാക്കരുത്. ഖബറിനെ ഈദാക്കാൻ പാടില്ല. ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ എന്ന പദത്തിൽ നിന്നാണ് ഈദ് വന്നിട്ടുള്ളത്. ആദ എന്നാൽ തിരിച്ചു വരിക. എന്തുകൊണ്ടാണ് നമ്മുടെ പെരുന്നാളുകൾ ഈദായി മാറി? വർഷാവർഷം വരും, നിശ്ചിത ഇടവേള വെച്ച് വരും. അങ്ങനെ നിശ്ചിത ഇടവേള വെച്ച് സമ്മേളിക്കുന്ന, നിശ്ചിത ഇടവേള വെച്ച് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഇടമായി ഖബറുകളെ മാറ്റുക പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നബിയുടെ പേരക്കുട്ടികളിൽപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരായ രണ്ടുപേരുടെ റിവായത്തുകൾ, അവരുടെ ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഒന്ന് അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിന്റെ മകൻ, ഹുസൈനിന്റെ മകൻ അലി. അദ്ദേഹം ഒരിക്കൽ കാണുകയാണ്, ഇബ്നു അബി ശൈബയുടെ മുസന്നഫിൽ നമുക്ക് കാണാം, أنه رأى رجلا يجيء إلى فرجة كانت عند قبر النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അരികിലുള്ള ഒരു വിടവിന്റെ അരികിലേക്ക് ഒരാൾ ഇങ്ങനെ വരുന്നത് ഇദ്ദേഹം അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹം കണ്ടു. നബി കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം കണ്ടു. ഇയാൾ എന്ത് ചെയ്യുന്നു? ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ. നബിയുടെ ഖബറിന്റെ അരികിലുള്ള ഈ വിടവിലേക്ക് കയറി അവിടെ പ്രാർത്ഥിക്കുന്നു. ഫദആഹു. അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ മഹാൻ അലി ഇബ്നു ഹുസൈൻ, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, ഇദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിഥുക ബിഹദീഥിൻ സമിഅ്തുഹു മിൻ അബി അൻ ജദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള, അദ്ദേഹം എന്റെ പിതൃവ്യനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. എന്താണ് ഹദീസ്? ലാ തത്തഖിദു ഖബ്രി ഈദാ. എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. നീ ഇങ്ങനെ ഇടക്കിടക്ക് വന്നു പോകുന്ന സ്ഥലമാക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആക്കാൻ പാടില്ല. വലാ ബുയൂതകും ഖുബൂറാ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കാനും പാടില്ല. വസല്ലു അലയ്യ فإن صلاتكم وتسليمكم تبلغني حيثما كنتم. നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊള്ളുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാത്തും സലാമും എനിക്ക് എത്തിക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ ഖബറിന്റെ അരികിലേക്ക് ഇങ്ങനെ വന്നു പോകുന്ന ആളോട് ഖബറിനെ ഈദാക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഹദീസ് നബിയുടെ പേരക്കുട്ടി കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് സലാത്ത് ചൊല്ലാനാണോ വരുന്നത്? എവിടുന്ന് വേണമെങ്കിലും സലാത്ത് ചൊല്ലിക്കോളൂ, നബിക്ക് സലാം പറഞ്ഞുകൊള്ളൂ. അള്ളാഹു അത് നബിക്ക് എത്തിക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. മലായിക്കത്തിനെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നിതാ ആളുകൾ മദീനയിലേക്ക് ചെല്ലുന്നവരോട് പറയും, റസൂലുള്ളാഹിക്ക് എന്റെ സലാം പറയണം കേട്ടോ. സലാത്ത് ചൊല്ലി അതിന്റെ എണ്ണം മുസ്ലിയാർ വശം കൊടുത്തേക്കും മദീനയിലേക്ക്.
ഒരാളും അങ്ങനെ കൊടുത്തേക്കേണ്ടതില്ല. എവിടെ നിന്ന് നീ സലാത്ത് ചൊല്ലിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തിക്കപ്പെടും. എന്താണ് സലാത്ത്? നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് നീ ചെയ്യുന്ന ദുആ ആണ്, അല്ലാതെ അത് നബിയോടുള്ള പ്രാർത്ഥനയല്ല, നബിയോടുള്ള ദുആ അല്ല. നബിക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് സലാത്ത് എന്ന് പറയുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, നബിയുടെ മറ്റൊരു പേരക്കുട്ടി. ഇതെല്ലാം അഹ്ലു ബൈത്ത് ഉദ്ധരിക്കുന്ന സംഭവമാണെന്നതാണ് അത്ഭുതം. യഥാർത്ഥ തങ്ങന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. സുഹൈൽ ഇബ്നു അബി സുഹൈൽ അദ്ദേഹം പറയുകയാണ്, അന്നഹു റഅ ഖബ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നബിയുടെ ഖബർ കണ്ടു. ഫൽതസമഹു വമസഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് നിന്നി, ഖബറിന്റെ അടുത്ത് അത് സ്പർശിച്ചുകൊണ്ട് അത് തടവിക്കൊണ്ട് നിന്നു. ഖബറിന്റെ അരികിൽ ഖബർ തൊട്ടുകൊണ്ട് തടവിക്കൊണ്ട് ഞാൻ നിന്നു. ആര് പറയുകയാണ്? സുഹൈൽ ഇബ്നു അബി സുഹൈൽ. അദ്ദേഹം പറയുകയാണ്, കേൾക്കണോ നിങ്ങൾക്ക്, കേൾക്കണോ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഫഹസബനി ഹസൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. അലി ഇബ്നു അബി താലിബിന്റെ മകൻ ഹസന്റെ മകൻ ഹസൻ, പിതാവിന്റെയും മകന്റെയും പേരൊന്നു തന്നെയാണ്. അങ്ങനെ മുൻഗാമികൾ പേരിടാറുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഫഹസബനി, അദ്ദേഹം എന്നെ കല്ലെടുത്തെറിഞ്ഞു. നബിയുടെ ഖബറിന്റെ അരികിലാണ് ഈ നിൽക്കുന്നത്. ചില്ലറക്കാരുടെ മറ്റാരുടെയെങ്കിലും ഖബറിനരികിലല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തൊട്ടു തടവി നിന്നയാളെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, നബിയുടെ പേരക്കുട്ടി കല്ലെടുത്തെറിയുകയാണ്. എന്നിട്ട് പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തത്തഖിദു ബൈതി ഈദ വലാ തത്തഖിദു ബുയൂതകും മഖാബിർ. എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറയുമാക്കരുത്. എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, അവിടെ നിസ്കരിക്കണം. ഇതൊന്നും ഖബറിങ്കൽ പറ്റുകയില്ല. ഖബറിങ്കൽ ഖുർആൻ പാരായണമില്ല, ഖബറിങ്കൽ നിസ്കാരമില്ല, ഖബറിങ്കൽ പ്രത്യേകം ഇബാദത്തില്ല. ഖബർ സന്ദർശിക്കേണ്ടത് നിനക്ക് മരണം ഓർമ്മ വരാനാണ്. അവിടെ വെച്ച് ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ കുഴപ്പമില്ല. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ തെറ്റില്ല. എന്നാൽ ഖബറാളിയോട് പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ്. വസല്ലു അലയ്യ ഹൈസുമാ കുൻതും ഫഇന്ന സലാതകും തബ്ലുഗുനി ഹൈസുമാ കുൻതും. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലുക, ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. ഫഇന്ന സലാതകും തബ്ലുഗുനി ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേരെ കുട്ടികൾ ഒരേ കാര്യം ആളുകളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആളുകൾ ഇന്ന് ഖബറുകളിലേക്ക് ചെന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യും. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ നിഷ്ഫലമായ കാര്യമാണ്. അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. ശിർക്കാണത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്താണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാലും, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, എല്ലാം അറിയുന്ന റബ്ബിനെ പോലെ മറ്റാരും ഇതറിയിച്ചു തരാൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഖബറുകളെ യഥാർത്ഥ ഖബറുകളാക്കി എങ്ങനെ നിലനിർത്തണോ അങ്ങനെ നിലനിർത്തുക. ഒരിക്കലും ഖബറുകൾ കെട്ടിപ്പൊക്കാനോ അവിടെ ദർഗകൾ, ഉറൂസിന്റെ കേന്ദ്രങ്ങൾ പണിയാനോ പാടില്ല. ഇന്നിതാ പലയിടങ്ങളിലും പഴയ മഖ്ബറകൾ അത് നന്നാക്കി അത് പുനരുജ്ജീവിപ്പിച്ച് ഇല്ലാതിരുന്ന കുറെ കാലമായി നീങ്ങിപ്പോയിരുന്ന അനാചാരങ്ങൾ അവിടെ കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുന്നു. പുതിയ മഖ്ബറകൾ ഉണ്ടാക്കാൻ സ്വപ്ന കഥകളുടെ പേരിലും മറ്റും പുതിയ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്നു. പല സ്ഥലത്തും പുതിയ ഖബറുകൾ പൊങ്ങുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള ആരെങ്കിലും പറയും, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ വന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഇതാ ഇന്ന് മഖ്ബറയിൽ കിടക്കുന്നത് ഒരു മഹാനാണ്, അയാളുടെ ഖബർ ആരും അറിയാതെ കിടക്കുകയാണ്, അത് കെട്ടിപ്പൊക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള
പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സ്വപ്ന കഥകളുടെ അടിസ്ഥാനത്തിൽ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കുക, മഖ്ബറകൾ ഉണ്ടാക്കുക നമ്മുടെ രീതിയല്ല. ഇക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് ആരുടെ രീതിയാണ്? വെറും കഥകൾ അടിസ്ഥാനമാക്കി മത നിയമങ്ങൾ കെട്ടിപ്പൊക്കുന്ന അങ്ങനെയുള്ള പാരമ്പര്യം അത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഇതുപോലുള്ള പുതിയ മഖ്ബറകൾ കെട്ടിപ്പൊക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നാട്ടുകാരുടെ ബാധ്യതയാണ് അത് തടയണം. അങ്ങനെ പുതിയ ശിർക്കിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചുകൂടാ. മര്യാദയ്ക്ക് കിടന്നിരുന്ന ഖബറുകൾ അത് പുതുതായി കെട്ടിപ്പൊക്കാനും അവിടെ മഖാമിന്റെ ബോർഡ് സ്ഥാപിക്കാനും നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അനുവദിക്കാൻ പാടില്ല. യുവാക്കളും നാട്ടിൽ ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്ന സ്ഥാനമുള്ളവരുമൊക്കെ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഉണ്ടാക്കിയ മഖ്ബറകൾ നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ മസ്ജിദുകൾക്ക് കീഴിലോ മറ്റോ ഇങ്ങനെയുള്ള കെട്ടിപ്പൊക്കിയ മഖ്ബറകളുണ്ടോ, അത് നിങ്ങൾ സാധാരണ ഖബറുകൾ പോലെ ആക്കി തീർക്കുക. സാധാരണ ഖബറുകൾ എങ്ങനെയാണോ അതുപോലെ അതാക്കി തീർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനല്ലാത്തവരെ വിളിച്ചു തടാതിരിക്കുക. ഉറുക്കുകൾ, ഏലസുകൾ, ശകുനം നോക്കലുകൾ, നേർച്ച ഉത്സവങ്ങൾ, റാത്തീബുകൾ, മൗലിദുകൾ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ, ഈ വക കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഉപേക്ഷിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന റുഖാ വത്തമാഇമ വത്തിവലത ശിർക്കും. ദുർമന്ത്രങ്ങളും ഉറുക്കുകളും ഏലസുകളുമെല്ലാം ശിർക്കാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. മൗലിദുകൾ, അതുപോലെ അടിയന്തിരങ്ങൾ, ആണ്ടുത്സവങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലില്ല. ദീനിൽ നബി പഠിപ്പിച്ചതല്ലാതെ പുതിയത് കൂട്ടിച്ചേർക്കാൻ നമുക്ക് പാടില്ല. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലാഹു അവന്റെ ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത് വല്ലതും ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് നാം മടങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നീ ഷഹാദത്തുകളുടെ താല്പര്യത്തിലേക്ക് നാം മടങ്ങുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അതിന് വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ നബി പഠിപ്പിച്ചതുപോലെ അല്ലാതെ അല്ലാഹുവിനെ ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അതിന് വിപരീതമാണ് ബിദ്അത്ത്. അതിന്റെ വിപരീതമാണ് ബിദ്അത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് നിബന്ധന ഉണ്ടായിരിക്കണം. ഒന്ന്, കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. രണ്ട്, അതെല്ലാം നബിയുടെ സുന്നത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇത് നമ്മൾ മരണം വരെ സൂക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ, അതോടൊപ്പം അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാൽ, ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് വിജയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ സ്ത്രീകളെ, അവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതാ ഈ മൊബൈൽ ഫോണിൽ, സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ കുട്ടികൾ അതിന്റെ അടിമകളാവുകയും അതിലൂടെ വൃത്തികെട്ട അവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വ്യഭിചാരവും സ്വവർഗരതിയുമെല്ലാം പലർക്കുമിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ, ചെറിയ മക്കൾ വരെ ഈ സോഷ്യൽ മീഡിയകളിൽ പലവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തൊക്കെ രംഗങ്ങളാണ് കാണുന്നത്, ആരൊക്കെയാണ് അവരെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിന് ഉത്തരവാദികളാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ്,
നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ആദ്യമായി നമ്മൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിരന്തരം ദുആ ചെയ്യുക. നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, ഹറാമുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ. കാരണം അള്ളാഹുവാണ് അവരെ സംരക്ഷിക്കേണ്ടത്, അള്ളാഹുവാണ് അവർക്ക് അദബ് നൽകേണ്ടത്. മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഖൈറു ഖൈറുല്ലാഹ് വൽ അദബു അദബുല്ലാഹ്. നന്മ എന്നത് അള്ളാഹു നൽകുന്ന നന്മയാണ്, അദബ് എന്നത് മര്യാദ എന്ന് അള്ളാഹു നൽകുന്ന അദബാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ യുവതലമുറ നന്നാകാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതുപോലെ അവരെ ശ്രദ്ധിക്കുക. നിസ്കരിക്കാനും ദീനിന്റെ കാര്യങ്ങൾ പാലിക്കാനും ഒക്കെ സാധിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രം അവരെ നമ്മൾ കൊണ്ടുപോയാക്കുക. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അത് പാലിക്കാനോ, ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കാനോ, നിസ്കരിക്കാനോ പോലും അനുവാദമില്ലാത്ത അള്ളാഹുവിന്റെ ശത്രുക്കളുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി വിട്ടിട്ട് പിന്നെ ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ ഈ ആവേശം പറയുന്നത്? നമ്മുടെ ദീനിനെ കുറിച്ച്, ഉമ്മത്തിനെ കുറിച്ചൊക്കെ വലിയ വലിയ സംസാരിക്കുന്നവരെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നെ ഉമ്മത്തിനെ കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ കേവലം വേവലാതിപ്പെട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നമ്മെ കാണുന്നുണ്ട്. അവന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും. ഈ ലോകം നശ്വരമാണ്, വേഗം തീർന്നു പോകും. എത്ര പെട്ടെന്നാണ് കാലം പോയി പോകുന്നത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ നീങ്ങുന്നത്, എത്ര വേഗമാണ് പുതിയതെല്ലാം പഴയതായി തീരുന്നത്, എത്ര വേഗമാണ് നമ്മുടെ ചെറിയ കുട്ടികൾ വലുതായി കൊണ്ടിരിക്കുന്നത്, യുവാക്കൾ വൃദ്ധരാകുന്നത്, മരിച്ചു പോകുന്നത്. ഇന്നലെ വരെ, കഴിഞ്ഞ റമദാൻ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്? എത്ര പേർ മണ്ണിനടിയിലാണ്? അവിടേക്കാണ് നമുക്കും പോകാനുള്ളത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിച്ചു കൊള്ളുക. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു ദിനം. ثم توفى كل نفس ما كسبت, ഓരോരുത്തർക്കും അതിനുശേഷം അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പരിപൂർണമായി നൽകും. വഹും ലാ യുദ്ലമൂൻ, ഒരനീതിയും കാണിക്കപ്പെടുന്നതല്ല. അല്ലാഹു ഒരാളോടും അനീതി ചെയ്യുകയില്ല. സ്വർഗം നിനക്ക് ലഭിച്ചാൽ അല്ലാഹുവിന്റെ ഔദാര്യമാണത്. നരകമാണ് ലഭിക്കുന്നത് എങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിതിയാണത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ദീനനുസരിച്ച്, ഖുർആനും സുന്നത്തും അനുസരിച്ച്, അത് നമ്മുടെ മുൻഗാമികൾ സലഫുസ് സാലിഹ്, നല്ലവരായ മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും തബഉതാബികളുമെല്ലാം എങ്ങനെ ഉൾക്കൊണ്ടുവോ അങ്ങനെ ഉൾക്കൊണ്ട് ആ യഥാർത്ഥ ദീനിലായി, അഹ്ലുസ് സുന്നത്തിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മസ്ജിദുകളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സ്വത്തിനെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ സ്ത്രീകളെ, നമ്മെ എല്ലാവരെയും റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم احفظ المسلمين في بلادنا، اللهم احفظ المسلمين في كل مكان، اللهم احفظنا يا رب العالمين. اللهم عليك بأعدائنا وأعداء الدين. اللهم منزل الكتاب، مجري السحاب، هازم الأحزاب، سريع الحساب، اهزم أعداءنا يا رب العالمين. اللهم مزق ملكهم وشتت شملهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.